ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്ജി വാലറ്റ്. നാളത്തെ +2 മാത്സ് പരീക്ഷയ്ക്ക് വേണ്ടി ക്രിസ്മസ് എക്സാം ആണ്. സോ മാത്സ് പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉത്തരങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഫിസിക്സ് പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി സെക്കൻഡ് ടേമിൽ നിന്നാണ്, അതായത് ഒരു ഏകദേശം നടുവിൽ നിന്നൊരു 4-5 ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ ഒക്കെ മുതലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏറ്റവും വെയിറ്റേജ് ഉള്ളത് സെക്കൻഡ് ടേം ആണ്. ഫസ്റ്റത്തെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായി ഫോക്കസ് ചെയ്യേണ്ട പാഠങ്ങൾ ഒന്ന് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇന്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, 3D ആൻഡ് വെക്ടർ. ഈ 6 പാഠങ്ങളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഏറ്റവും വെയിറ്റേജ് ഉള്ള പാഠങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, സാധാരണ ഒരു +2 മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അപ്പൊ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് നോക്കാം. പല പാഠങ്ങളും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഇതുവരെയും ഒന്നും പഠിച്ചിട്ടില്ല, പല ഭാഗങ്ങളും മനസ്സിലായിട്ടേ ഇല്ല എന്നുള്ളവരൊക്കെ ഉണ്ടെങ്കിലും നന്നായി ശ്രദ്ധിച്ച് ഈ ക്ലാസ് കേട്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും, ഉറപ്പായിട്ടും മനസ്സിലാവും. നമ്മൾ അത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ പല കാര്യങ്ങളും അറിയില്ല, ബേസിക് പോലും അറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കുക, ഞാൻ ഈ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണും, എനിക്കിത് ഒപ്പം പഠിച്ചെടുക്കണം, ഞാൻ ഒപ്പം പഠിക്കും എന്ന് ഉറപ്പിച്ച് നിങ്ങൾ ഈ ക്ലാസ് കാണാം. അല്ലാതെ താഴെ കമന്റ്സ് വായിക്കാനോ അല്ലെങ്കിൽ താഴെയുള്ള മറ്റ് വീഡിയോസുകൾ തമ്പനെയിൽസ് നോക്കി നിൽക്കാനോ നിൽക്കരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഫുൾ സ്ക്രീനിൽ ഇടുക, ഫോൺ എവിടെയെങ്കിലും വെക്കുക, നോട്ട്ബുക്ക് എടുക്കുക, ഒപ്പം മനസ്സിലായിരുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. അങ്ങനെ ഒപ്പം പഠിക്കുക, അതിനുള്ള സമയമാണ് ഇത്. അല്ലാതെ പരീക്ഷയുടെ തലേ ദിവസമാണല്ലോ കുറെ നമ്മൾ സിനിമ കാണുന്ന പോലെ കുറെ നേരം കണ്ടിരിക്കുകയല്ല വേണ്ടത്. ഒപ്പം പഠിച്ചെടുക്കാൻ നോക്കുക. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിരിക്കുക. കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നന്നായി ഈ ക്വസ്റ്റ്യൻസ് കാണും. ഇതേപോലെ ഒരു വീഡിയോയും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്, അതിൽ ഇതേ മോഡലിൽ തന്നെ കുറച്ചുകൂടി ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ആ വീഡിയോയും ഈ വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ കുറേ സെക്ഷൻസ് നിങ്ങൾക്ക് കവറായി പോകും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അത് 100% ഉറപ്പാണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എത്രത്തോളം ഞാൻ പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം ഇനി പഠിക്കാനുണ്ട്, എത്രത്തോളം ടഫായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. പല കുട്ടികളും ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ പാഠങ്ങൾ ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കി വരുന്നത്. അപ്പൊ അതുകൊണ്ട് പബ്ലിക് എക്സാമും ഇതുപോലെ തന്നെ ടഫായിട്ടുള്ള പേപ്പേഴ്സ് ആയിരിക്കാം. അപ്പൊ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പെർഫെക്റ്റ് ആയി ഓരോ ദിവസം പഠിച്ചു പോകണം. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെന്റും +2 ബാച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ +1 ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു +1 ഇംപ്രൂവ്മെന്റ് ബാച്ച് നമ്മുടെ എഡ്ജി വാലറ്റ് ചാനലിൽ നമ്മൾ തുടങ്ങുന്നുണ്ട്. ഡിസംബർ ലാസ്റ്റ് മുതൽ നമ്മൾ തുടങ്ങും +1 ഇംപ്രൂവ്മെന്റ് ബാച്ച്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് അതിലുണ്ടാവുക. ഒന്നും അറിയാത്ത കുട്ടികളാണെങ്കിൽ കൂടി ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഡെയിലി ലൈവ് ക്ലാസ്സുകളാണ്, 1 മണിക്കൂറിനൊക്കെ നിങ്ങൾക്ക് ഒപ്പം പഠിച്ചെടുക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ജനുവരിയിൽ +2ന്റെ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ ഒരു 30 ദിവസം 40 ദിവസത്തെ ബാച്ചാണ്. അതായത് ഒന്നും അറിയില്ല, പല ഭാഗങ്ങളും ഇപ്പോഴും മനസ്സിലായിട്ടില്ല, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ബാച്ച്. നിങ്ങൾക്ക് ഒപ്പം ഉറപ്പുള്ള ചോദ്യങ്ങളാണ് ഈ ബാച്ചിലൊക്കെ പഠിപ്പിക്കുകയുള്ളൂ, ബേസിക് തൊട്ട് തന്നെ പഠിപ്പിക്കും. അപ്പൊ ആർക്കെങ്കിലും ഈ ക്ലാസ്സുകൾ ഇനിയെങ്കിലും പഠിക്കണമെന്ന് താല്പര്യമുള്ളവരെ, ഇനിയെങ്കിലും ഒപ്പം പഠിച്ചു പോകണം എന്ന് താല്പര്യമുള്ളവരെ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. 9746230801. ഓക്കെ, ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് പറയാം. 2 വേണമെന്നുള്ളവർക്ക് 2 എടുക്കാം. ഈ 2 ബാച്ച് നമ്മൾ എത്രയും വേഗം തുടങ്ങാൻ പോവാണ്. അപ്പോൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്റഗ്രേറ്റ് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതൊക്കെ ഇന്റഗ്രേഷന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം, ഓരോന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുക. 2 മാർക്ക്, 1 മാർക്ക്, 3 മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോണത് കേട്ടോ. അപ്പൊ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക. മനസ്സും അതുപോലെ തന്നെ ഒന്ന് കൂളായിട്ടിരിക്കുക. ടഫാണെന്ന് വിചാരിച്ചിരിക്കരുത്, നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇന്റഗ്രേഷൻ എനിക്ക് പറ്റില്ല, അങ്ങനെയൊന്നും വിചാരിച്ച ആരും ക്ലാസ് കാണരുത്. സിമ്പിൾ ആണ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായല്ലോ. ഫസ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് അടക്കാം. ശ്രദ്ധിച്ചോളൂ, നന്നായി ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ചോദ്യം ഇതാണ്. മുകളിലെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സും താഴെ √1 - x² ആണ് ഉള്ളത്. ഓക്കെ, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. 2 മാർക്കിന് ചോദ്യമാണ്. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ആ ചോദ്യം ചെയ്താ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ √1 - x² dx ആണ്. ഈ ഇന്റഗ്രേഷന്റെ ഒപ്പം ഉള്ള ആളാണ് dx. നിങ്ങൾ എവിടെ ഇന്റഗ്രേഷൻ എഴുതുന്നുണ്ടോ അതിന്റെ കൂടെ ഒക്കെ ഈ dx എന്നുള്ളത് എഴുതിയിരിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ഈ താഴെ കിടക്കുന്ന ആള്. അത് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിക്കുക.
സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് ഒരു പേരിട്ട് കൊടുക്കുക, എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, ടി. ഇതാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡിലൂടെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഈ മുകളിലുള്ള ആളും താഴെയുള്ള ആളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അപ്പൊ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞു വെച്ചോളൂ, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് താഴെ കിടക്കണ √1 - x². അപ്പോ ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആളെ നമ്മൾ ഒരു പേരിട്ട് കൊടുക്കുക, ടി. അപ്പോൾ ഈ ചോദ്യത്തിൽ ഇനി നമ്മൾ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം നമ്മൾ ഇനി ടി 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 എന്നാണ് എഴുതുള്ളൂ. ഓക്കെ, ഇനി സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് dx/√1 - x² എന്ന് പറയുന്ന ആള്. ഓക്കെ, dx/ ഇതിന്റെ ഡെറിവേറ്റീവ് ഇട്ട നമ്മൾ വേറെ ചാപ്റ്റർ ആണ്, ഇന്റഗ്രേഷനിലും ഡെറിവേറ്റീവ് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ പഠിക്കുക, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് dx/√1 - x². അപ്പോൾ ടിയുടെ ഡെറിവേറ്റീവ് എന്താവും, ഡി ടി എന്നാക്കുക. ഇതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ എഴുതി, അപ്പൊ ടിയുടെ ഡെറിവേറ്റീവ് ഡി ടി എന്ന് എഴുതി. അപ്പൊ നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം നമുക്കിനി ടി എന്ന് എഴുതാം. dx/√1 - x² ആരാ, ഡി ടി ആണ്. മുകളിലത്തെ ആള് ടിയും ഒപ്പം കിടക്കണ ഈ രണ്ടാൾക്കാര് dx മുകളില്, താഴെ √1 - x², ഇതാരാണ്, ഡി ടി ആണ്. അപ്പൊ ഈ ആൾക്ക് പകരം നമുക്കിനി എന്ത് എഴുതാം, ഡി ടി എന്ന് കൂടി നമുക്ക് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചോദ്യം കംപ്ലീറ്റ്ലി മാറി. നമ്മുടെ ചോദ്യത്തിലെ ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് ടി എന്ന് കൊടുത്തു, ബാക്കി അപ്പുറത്ത് കിടക്കുന്ന ആളെ ഡി ടി എന്നും കൊടുത്തു. ഇതിന് ഡെറിവേറ്റീവ് ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ഫംഗ്ഷൻ ടി, അതിന്റെ ഡെറിവേറ്റീവ് തൊട്ടിപ്പുറത്തുണ്ട്. ഇനി ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ കാണാം, ഇന്റഗ്രൽ ടി ഡി ടി എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാം നിങ്ങൾക്ക്? എവിടെയെങ്കിലും ഇന്റഗ്രൽ ടി ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഇവിടെ ടി ടി എന്ന് പറഞ്ഞാലും അതിന്റെ മുകളിൽ ഒരു ഒന്നുണ്ടാവും. ടി വെറും ടി ടി എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു ഒന്നുണ്ട്. ആ ഒന്നിന്റെ കൂടെ ഒന്നും കൂടി കൂട്ടുക, അപ്പൊ 2 അത് മുകളിലൂടെ താഴെ ഇടുക. ഇതാണ് ഇതിന്റെ ആൻസർ. ഇന്റഗ്രൽ ടി ഡി ടി എന്ന് പറയുന്നതിന്റെ ആൻസർ ഇതാണ്. ടിയുടെ മുകളിൽ ഒന്നുണ്ടാവും, ഒന്നിന്റെ കൂടെ ഒന്നും കൂടി കൂട്ടുക. അപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ 2ന്റെ കൂടെ ഒന്നും കൂടി കൂട്ടുക, അപ്പൊ 3/3 എന്ന് വരും. 4 ആണെങ്കിൽ 5/5 എന്ന് വരും. അതുപോലെ ഇവിടെ 1 ആണ്, അപ്പൊ 1ന്റെ കൂടെ 1 കൂടി കൂട്ടിയിട്ട് 2/2 എന്ന് വരും. അപ്പൊ ടി ടി എന്ന് പറഞ്ഞ ആരായിരുന്നു നമ്മൾ ചോദ്യം നമ്മൾ ഇട്ട് കൊടുത്തത്, ആരാ, ടി സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് √2/2 ആണ് നമ്മുടെ ആൻസർ. പ്ലസ് സി എന്ന് കൊടുക്കണം. നമ്മൾ ഇന്റഗ്രേഷൻ എഴുതുമ്പോൾ ഒപ്പം ഡി ടി ഡി എക്സ് എന്നൊക്കെ എഴുതുന്ന പോലെ തന്നെ ആൻസർ എഴുതി കഴിഞ്ഞാൽ നമ്മളൊരു കോൺസ്റ്റന്റ് സി കൊടുക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇതുപോലെ ഏത് ചോദ്യം കിട്ടിയാലും നിങ്ങൾ നോക്കുക, ഒരു ഫംഗ്ഷൻ അതിന്റെ ഡെറിവേറ്റീവ് ഒപ്പം ഉണ്ടോ നോക്കുക. അപ്പൊ ആ ഫംഗ്ഷന് ടി എന്ന് കൊടുക്കുക, ഡെറിവേറ്റീവിന് ഡി ടി എന്ന് കൊടുക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ഇങ്ങനത്തെ വേറെ പ്രോബ്ലംസ് ഞാൻ ഉൾപ്പെടുത്താം. അതും കൂടി കണ്ടിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. മാത്സ് ഒരു ചോദ്യം മാത്രം പഠിച്ചോണ്ട് നമുക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. അങ്ങനത്തെ വേറെ സാമ്പിൾസും കൂടി ഉറപ്പുള്ള ചോദ്യങ്ങൾ നോക്കുക. അതിന് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ കഴിഞ്ഞ് 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടി. ഇതാണ് ഇതിന്റെ ആൻസർ. ഇത്ര ഇട്ടാൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, e⁻x sin x - cos x. 1 മാർക്കേ ഉള്ളൂ. അപ്പൊ കുറെ അവിടെ വലിച്ച് വര ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. മാർക്കും കൂടി നിങ്ങൾ നോക്കുക. ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ചോദ്യം ഇതാണ്, e⁻x sin x - cos x എന്നാണ് തന്നിട്ടുള്ളത്. ഒപ്പം നമ്മൾ ഡി എക്സ് നമ്മൾ എഴുതണം. നമ്മൾ ഇന്റഗ്രേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പൊ തന്നെ ഡി എക്സ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇവിടെ നിങ്ങൾ എല്ലാവരും മനസ്സിൽ അറിയേണ്ട ഒരു കാര്യമാണ്, e⁻x കൂടെ ഒരു ഫംഗ്ഷൻ അതിന്റെ ഡെറിവേറ്റീവും കൂടി ഉണ്ടെങ്കിൽ അതിന്റെ ആൻസർ എഴുതാൻ സിമ്പിൾ ആണ്. എന്താ പറഞ്ഞത്, e⁻x കൂടെ ഒരു ഫംഗ്ഷൻ, ഏതോ ഒരു ഫംഗ്ഷൻ അതിന്റെ കൂടെ അതിന്റെ ഡെറിവേറ്റീവും കൂടി ഇങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ e⁻x ആ ഫംഗ്ഷൻ ആണ്. e⁻x കൂടെ ഒരു ഫംഗ്ഷൻ വരുന്നു. ഇതിലേതാ ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ആ ഫംഗ്ഷന്റെ കൂടെ അതിന്റെ ഡെറിവേറ്റീവും കൂടി വന്നാൽ ആൻസർ എഴുതാൻ ഇത്രേ ചെയ്യണ്ടോ, e⁻x ആ ഫംഗ്ഷൻ എഴുതുക. അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. ഇതാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യത്തില് -cos x അങ്ങോട്ട് എടുക്കുക. ഓക്കെ, sin x എടുത്താൽ sin xന്റെ ഡെറിവേറ്റീവ് ആണ് cos x, പക്ഷെ -cos x അല്ല. sin x എന്ന് പറയുന്നതിന്റെ ഡെറിവേറ്റീവ് ആണ് cos x, വെറും cos x. അപ്പോ sin x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വരുന്നു, അതിന്റെ ഡെറിവേറ്റീവ് ഇപ്പുറത്ത് cos x എന്ന് വരുന്നു. അങ്ങനെ വന്നാൽ നമ്മൾ e⁻x sin x എന്ന് എഴുതിയാൽ മതി. സപ്പോസ് നിങ്ങളുടെ ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, e⁻x sin x + cos x ഇങ്ങനെയാണെന്ന് വിചാരിക്കുക.
അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് e⁻x ആണ്, അതിൻ്റെ കൂടെ ഒരു ഫംഗ്ഷൻ sin x, അതിൻ്റെ ഡെറിവേറ്റീവ് cos x. കണ്ടോ, e⁻x ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും ഇങ്ങനെ വന്നാൽ ഇതിൻ്റെ ആൻസർ e⁻x ഇൻറ്റു ആ ഫംഗ്ഷൻ ആണ്. കണ്ടോ, പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ, മൈനസ് ആണ്, മൈനസ് cos x അല്ല. sin xന്റെ ഡെറിവേറ്റീവ് വെറും cos x ആണ്. അപ്പൊ sin x അല്ല നമ്മുടെ ഫംഗ്ഷൻ. ആരാണ് നമ്മുടെ ഫംഗ്ഷൻ? മൈനസ് cos x ആണ് നമ്മുടെ ഫംഗ്ഷൻ. മൈനസ് cos xന്റെ ഡെറിവേറ്റീവ് ആണ് പ്ലസ് sin x. ഓക്കെ, മൈനസ് cos x എന്ന് പറയുമ്പോൾ വെറും cos xന്റെ, നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, sin xന്റെ ഡെറിവേറ്റീവ് ആണ് cos x. cos xന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് sin x. കണ്ടോ, cos xന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ്, പക്ഷെ ഈ മൈനസ് ഇപ്പുറത്താ. സോ മൈനസ് ഇപ്പുറത്ത് കൊടുത്തോ, മൈനസ് cos x എന്ന് പറഞ്ഞാൽ ആരാണ്? sin x ആണ്. കണ്ടോ, അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക മൈനസ് cos xന്റെ ഡെറിവേറ്റീവ് ഇതാ sin x ആണ്. അപ്പൊ ഇങ്ങനെ എഴുതി വെക്കുക, മൈനസ് cos xന്റെ ഡെറിവേറ്റീവ് d/dx ഓഫ്, അതായത് മൈനസ് cos xന്റെ ഡെറിവേറ്റീവ് ആണ് sin x. അപ്പോ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇതാ ഇവിടെ എടുക്കുന്നു. കണ്ടോ, ഇങ്ങനെ മനസ്സിലാക്കുക. e⁻x ഒരു ഫംഗ്ഷൻ, അതിന്റെ ഡെറിവേറ്റീവ് ഇപ്പുറത്ത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ e⁻x ഇൻറ്റു ആ ഫംഗ്ഷൻ ആണ്, ഡെറിവേറ്റീവ് അല്ല ഫംഗ്ഷൻ. ഫംഗ്ഷൻ ആരാ? മൈനസ് cos x. ആൻസർ ആയി പ്ലസ് c എന്ന് കൊടുക്കുക കേട്ടോ. അപ്പൊ ആൻസർ e⁻x ഇൻറ്റു മൈനസ് cos x ആണ്. വേണമെങ്കിൽ മൈനസ് ഇപ്പുറത്തിട്ടിട്ട് e⁻x ഇൻറ്റു cos x പ്ലസ് c എന്ന് എഴുതാം. കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് e⁻x എന്ന് വന്നാൽ അപ്പം തന്നെ നോക്കുക, ഏതെങ്കിലും ഒരു ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവും ഒപ്പം കെടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ e⁻x sin x വന്നു, sin xന്റെ ഡെറിവേറ്റീവ് ഇതാ ഇവിടെ കെടുക്കുന്നു. അങ്ങനെ വന്നാൽ e⁻x ഇൻറ്റു ഈ sin x എഴുതാം. അതേപോലെ തന്നെ ഇവിടെ മൈനസ് cos xന്റെ ഡെറിവേറ്റീവ് ആണ് പ്ലസ് sin x. മൈനസ് cos x ആണ് ഫംഗ്ഷൻ, ഇത് അതിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ആൻസർ e⁻x ഇൻറ്റു ആ ഫംഗ്ഷൻ ആണ്. റിപ്പീറ്റ് പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായി എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഓരോ ചോദ്യം കഴിഞ്ഞാലും നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്കതൊരു സന്തോഷമാണ്. ഓക്കെ, നിങ്ങൾക്കൊക്കെ ഇത് എത്തുന്നുണ്ടല്ലോ. കാരണം ഇത് നമ്മളൊരു ബോർഡിൽ എടുക്കുന്ന ക്ലാസ്സോ നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ള ക്ലാസ്സോ വലിയ സ്ക്രീനിൽ എടുക്കുന്ന ക്ലാസ്സോ അല്ല, നോട്ട്ബുക്കാണ്. അപ്പം നിങ്ങളിലേക്ക് ഇത് കറക്റ്റായിട്ട് എത്തുന്നില്ലേന്ന് അറിയേണ്ടത് എനിക്കൊരു ആകാംക്ഷയാണ്. അപ്പം പറ്റുന്നവരെല്ലാവരും നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്, ഇന്റഗ്രൽ 0 to π/2 sin³ x ബൈ കോസ് sin³ x തന്നെയാണ്, sin³ x പ്ലസ് cos³ x dx. ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ട ചോദ്യമാണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞു, നമുക്ക് ആൻസർ കിട്ടി. ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് ഇപ്പുറത്ത് കിടക്കണം. ഇവിടെ അതുപോലെ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ, അതിന്റെ ഡെറിവേറ്റീവ് ആണ് ഇപ്പുറത്ത് കിടക്കണം. അപ്പോൾ e⁻x ഫംഗ്ഷൻ എഴുതി. ഇവിടെ അതുപോലെ ഒരു അടുത്ത ചോദ്യം 3 മാർക്കിന് ചോദ്യമാണ്. sin³ x cos³ x. ഈ ക്യൂബിന് പകരം സ്ക്വയർ വരാം, 4 വരാം, sin⁻⁴ എന്നൊക്കെ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. sin⁻²x sin⁻2x cos⁻2 അങ്ങനെ ഈ 3യുടെ പകരം ഏത് നമ്പർ വന്നാലും നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ കുറേ തവണകളായി ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. 3 വെച്ചിട്ട് ആവണമെന്നില്ല, 2ഓ 4ഓ വെച്ചിട്ട് കാണാറുണ്ട്. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ചോദ്യത്തിന് I എന്നൊരു പേര് കൊടുക്കുക. ആദ്യത്തെ സ്റ്റെപ്പാണ് I എന്നൊരു പേര് കൊടുക്കുക. നമ്മൾ ചെയ്ത് വരേണ്ടത് I ആണ്. ഐയുടെ ആൻസർ നമുക്ക് കിട്ടണം. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, ഇവിടെ ഒരു I ഉണ്ട് കേട്ടോ ഓൾറെഡി, നമ്മൾ വേറൊരു Iനെ കാണാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി I എന്ന് കൊടുത്തു, നമുക്ക് ഈ ഐയുടെ ആൻസർ കാണണം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇന്റഗ്രൽ 0 to π/2 അതുപോലെ തന്നെ ഇട്ടോ. എക്സ് എന്ന് പറയുന്ന എല്ലാ പൊസിഷനിലും എക്സ് എവിടൊക്കെയുണ്ടോ ആ എക്സിന്റെ എല്ലാ പൊസിഷനിലും π/2 മൈനസ് എക്സ് എന്ന് കൊടുക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്, എക്സ് എന്ന് പറയുന്നത് എവിടൊക്കെ എക്സ് ഉണ്ടോ അവിടൊക്കെ π/2 അല്ലേ ഇതിന് മുകളില്. സോ π/2 മൈനസ് എക്സ് എന്ന് കൊടുക്കാം. സ്റ്റെപ്പ് മറക്കണ്ട. അപ്പൊ sin³ x ആണ്. sin³ എക്സിന് പകരം എന്ത് കൊടുക്കും നമ്മൾ, മുകളിൽ π/2 അല്ലേ. സോ π/2 മൈനസ് എക്സ് എന്ന് കൊടുക്കാം. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. എല്ലാ എക്സുകളുടെ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു, π/2 മൈനസ് എക്സ്. ഇവിടെ cos³ π/2 മൈനസ് എക്സ്. നന്നായി ശ്രദ്ധിച്ച് നോക്കുക. ഈ 3 എക്സിന്റെ പൊസിഷനിൽ ഇപ്പോൾ 3
π/2 - x π/2 - x എന്നായി മാറി. ഇതിന്റെ ആൻസർ എന്താണെന്ന് പറയാം, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ π/2 - x, ഇത് ഐ ആണ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇട്ടാൽ ഇതിന്റെ ആൻസർ എവിടെയെങ്കിലും നിങ്ങൾക്ക് π/2 - x എന്ന് പറഞ്ഞാൽ അത് നേരെ ഓപ്പോസിറ്റ് ആള് വരും. അതായത് sin ക്യൂബ് π/2 - x എന്ന് പറഞ്ഞാൽ അത് വെറും കോസ് ക്യൂബ് എക്സ് ആണ്. സൈൻ ക്യൂബ് ഉണ്ട്, π/2 ഉണ്ട്, എക്സ് ഉണ്ട്. ഇതിന്റെ ആൻസർ എന്താ നിങ്ങൾ നോക്കേണ്ടത്, സൈന് മാറിയിട്ട് അവിടെ കോസ് ആവും, കോസ് ക്യൂബ് എക്സ് എന്ന് വരും. അപ്പൊ ഇവിടെയോ സൈൻ ക്യൂബ് ആണ്, π/2 ഒക്കെ ഉണ്ട്, അപ്പൊ അതെന്തായി മാറിയിട്ടുണ്ടാവും, കോസ് ക്യൂബ് എക്സ് ആയി ഉണ്ടാവും. കോസ് ക്യൂബ് എന്തായി ഉണ്ടാവും, സൈൻ ക്യൂബ് ആയി ഉണ്ടാവും. നേരെ ഓപ്പോസിറ്റ് ആൾക്കാർ അവിടെ കയറി വരും. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന ആളെ നമ്മൾ ഐ എന്ന് കൊടുത്തു, എക്സിന്റെ അവിടെയൊക്കെ π/2 - x π/2 - x എന്ന് കൊടുത്തു. അപ്പൊ എന്തുണ്ടാവുക, സൈനുകളൊക്കെ കോസായി, കോസുകളൊക്കെ സൈനായി, നേരെ ഓപ്പോസിറ്റ് ആളായി മാറി. അപ്പൊ നമുക്കിത് 2 ഐ കിട്ടി. നമ്മുടെ ചോദ്യം ഒരു ഐ ആയിരുന്നു. നോക്കി നിങ്ങള്, നമ്മുടെ ചോദ്യം ഒരു ഐ ആണ്. ആ ഐയും ഇപ്പൊ നമുക്ക് വേറൊരു ഐയും കിട്ടി. നമ്മുടെ ചോദ്യത്തിൽ ഐ ആരാ, ഇന്റഗ്രൽ 0 to π/2 സൈൻ ക്യൂബ് എക്സ് ആയിരുന്നു മുകളിൽ, സൈൻ ക്യൂബ് എക്സ് ബൈ താഴെയും സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ്. ഇത് നമ്മുടെ ചോദ്യമായിരുന്നു. ഇതിന്റെ കൂടെ നമ്മൾ എക്സിന് π/2 - x കൊടുത്തു വന്നപ്പോൾ വേറൊരു ഐ കിട്ടി. ഈ ഐയിൽ ആരാ, ഇന്റഗ്രൽ 0 to π/2 കോസ് ക്യൂബ് എക്സ് ആയി. സൈനൊക്കെ പോയിട്ട് അവിടെ കോസായി, കോസ് എന്നുള്ളടത്ത് സൈനായി. അങ്ങനെ 2 സംഭവങ്ങളും നമുക്ക് ഇവിടെ കിട്ടി. ഇതിന്റെ കൂടെ ഒക്കെ dx കൊടുത്തോട്ടാ. ഓക്കെ, അപ്പോൾ ഒന്ന് നമ്മുടെ ഐ നമ്മുടെ ചോദ്യം, ഒരു ഐ അപ്പൊ സൈന് മാറി കോസായി, കോസ് മാറി സൈനായി, വേറൊരു ഐ കിട്ടി. 2 ഐയും കൂടി നമ്മൾ കൂട്ടാനിടാം, ഐ പ്ലസ് ഐ കൂട്ടാം, ആഡ് ചെയ്യാം, ഐ പ്ലസ് ഐ. ഒന്ന് നമ്മുടെ ചോദ്യം, ഒന്ന് നമുക്കിപ്പോ കിട്ടിയത് സൈന് കോസായി, കോസ് സൈനായി. അങ്ങനെ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാം, 2i എന്നാവും. 2i is equal to ഇന്റഗ്രൽ 0 to π/2. നേരെ നേരെ കൂട്ടാം. എങ്ങനെ, സൈൻ ക്യൂബ് എക്സും കോസ് ക്യൂബ് എക്സും നേരെ കൂട്ടാം. അപ്പൊ എന്താവും, സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ് എന്നാവും. ഓക്കെ, മുകളിലത്തെ 2 ആളെ കൂട്ടി. താഴെ സെയിം ആണ്, താഴെ ഒരേപോലത്തെ ആൾക്കാരാണ്. ഓക്കെ, സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ്. അത് തന്നെയാണ് തിരിച്ചിട്ടത്, കോസ് ക്യൂബ് എക്സ് പ്ലസ് സൈൻ ക്യൂബ് എക്സ്. ഇപ്പൊ 1 + 2ഉം 2 + 1ഉം സെയിം അല്ലേ. അപ്പോൾ സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സും കോസ് ക്യൂബ് എക്സ് പ്ലസ് സൈൻ ക്യൂബ് എക്സ് സെയിം ആണ്. അപ്പൊ താഴെ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി. താഴെ ഇങ്ങനെ സെയിം ആയിട്ട് 2 എണ്ണം ആഡ് ചെയ്യാൻ വന്നാൽ ഒരെണ്ണേ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടുള്ളൂ കേട്ടോ. ഇതും സെയിം ആണ്, ഇതും സെയിം ആണ്. അപ്പൊ താഴെ 2 എണ്ണം വന്നാൽ ഒരെണ്ണം ഇട്ട് കൊടുക്കുക. ഇവിടെ എന്താവും, ഇത് രണ്ടും സെയിം ആണ്, രണ്ടും വെട്ടിപ്പോയാൽ 1 എന്ന് വരും. സോ ഇന്റഗ്രൽ 2i = 0 to π/2 1 dx. രണ്ടും ക്യാൻസൽ ആയിട്ട് 1 എന്ന് വന്നു. ഇന്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ, അത് എക്സ് ആണ് കേട്ടോ ആൻസർ. ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എക്സ് ആണ്. എവിടെയെങ്കിലും ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, മറക്കണ്ട. ഇവിടെ നമ്മൾ ആരിട്ട് കൊടുക്കണം, 0 to π/2 ഇട്ട് കൊടുക്കണം. ഓക്കെ, ആ 0 π/2 ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഇന്റഗ്രേഷന്റെ ആൻസർ കിട്ടി എക്സ് എന്ന്. സോ 2i is equal to x 0 to π/2 എന്നായി. എക്സിന് മുകളിലത്തെ π/2 കൊടുക്കുക, 0 കൊടുക്കണം എന്നില്ല, 0 കൊടുത്താൽ 0 തന്നെയാണല്ലോ. അപ്പൊ എക്സിന് മുകളിലത്തെ π/2 കൊടുത്താൽ π/2 എന്നായി. അപ്പൊ ഐയുടെ ആൻസർ എന്ത് കിട്ടും, π/2ന്റെ അടുത്തേക്ക് 2ഉം കൂടി പോയിട്ട് π/4. അപ്പൊ ഐയുടെ ആൻസർ π/4. കണ്ടോ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ 2i ആണിത്, ഐ ആണ് കാണണ്ടേ. അപ്പൊ ഈ 2 താഴത്തേക്ക് വന്ന് 2ഉം 2ഉം കൂടി 4 ആയി. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് വലുതായിട്ട് വിചാരിക്കുകയാണ്, സംഭവം എളുപ്പമാണ്. ചോദ്യത്തിന് ഐന്ന് കൊടുക്കുക, എക്സിന്റെ അവിടെ ഒക്കെ π/2 - x കൊടുക്കുക. അപ്പൊ സൈന് കോസായി, കോസ് സൈനായി, രണ്ടും കൂടി കൂട്ടുക. കൂട്ടുമ്പോൾ രണ്ടും വെട്ടിപ്പോയി 1 വരും. 1ന്റെ ഇന്റഗ്രൽ എക്സ് ആണ്, എക്സിന് മുകളിലത്തെ π/2 കൊടുക്കുക. 2i എന്നുള്ളത് നമ്മൾ 2 ഐയും കൂട്ടുമ്പോഴാണ് 2i വന്ന്, ഈ 2 താഴത്തേക്ക് ഇടാൻ മറക്കണ്ട. സോ ഐയുടെ ആൻസർ π/4. 3 മാർക്കിന് ചോദ്യമാണ്, എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്തത് ഇവിടെ ഇതിന് മുമ്പൊരു ചോദ്യം കൂടി, യെസ്, ഇതിന് മുമ്പ് ഒരു ചോദ്യം കൂടി ഉണ്ട്, ഞാനത് ചെയ്തിട്ടില്ല. ഇതാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയുടെ ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന പാഠത്തിന് എന്തായാലും ഒരു 8 or 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരും. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 3 മാർക്ക് 2 മാർക്ക് 1 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ കണ്ടു. അടുത്ത വീഡിയോയിൽ ഇന്റഗ്രേഷന്റെ മോർ പ്രോബ്ലംസ് ഞാൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഇടുന്ന വീഡിയോസിലുള്ള ക്വസ്റ്റ്യൻസ് എങ്കിൽ നിങ്ങൾ നന്നായി പഠിക്കാം. അടുത്ത ചോദ്യം ഇതാണ്, dy/dx കാണാനാ. ഇത് ഇന്റഗ്രേഷൻ അല്ല, ഇന്റഗ്രേറ്റ് എന്നല്ല, ഡെറിവേറ്റീവ് കാണാനാണ് പറയുന്നത്. ഫൈൻഡ് dy/dx. ഒന്നാമത്തെ ചോദ്യം തന്നിട്ടുണ്ട്, രണ്ടാമത്തെ ചോദ്യം തന്നിട്ടുണ്ട്. 3 മാർക്കാണ്.
എക്സും വൈ തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു ചോദ്യമാണ്, അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് ഓരോന്ന് ചെയ്യാം. അപ്പോൾ മൊത്തം ഒരു 6 മാർക്കിന് ചോദ്യമാണ് നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചോദ്യം ഇവിടെ ചോദ്യം എഴുതുന്നുണ്ട്, നിങ്ങൾക്ക് ചോദ്യം കാണിച്ചു തന്നു. ഫസ്റ്റ് ചോദ്യം ഇതാണ്. വൈ എന്ന് പറയുന്ന ഒരാളെ തന്നിട്ട് എന്തായിരുന്നു, വൈ തന്നിട്ട് കോസ് ഓഫ് റൂട്ട് എക്സ് ഇതാണ് ചോദ്യം. ഇതിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡി വൈ ബൈ ഡി എക്സ്. അപ്പൊ വൈയുടെ ഡെറിവേറ്റീവ് എന്താ? ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, അറിയാത്തൊരു അറിഞ്ഞു വെച്ചോ. വൈ എന്ന് പറയുന്ന ആളുടെ ഡെറിവേറ്റീവ് എന്താ? ടി വൈ ബൈ ഡി എക്സ്. കോസിന്റെ ഡെറിവേറ്റീവ് എന്താന്ന് പറയുന്നത് നിങ്ങൾക്ക്? കോസ് നേരത്തെ പറഞ്ഞു. സൈനിന്റെ ഡെറിവേറ്റീവ് ഇപ്പൊ പഠിച്ചോ, അറിയാത്തവർ ഇപ്പൊ പഠിക്കുക. സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. ഓക്കെ, അപ്പൊ കോസിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ. പിന്നെ ബ്രാക്കറ്റിലുള്ള ആൾ അതുപോലെ തന്നെ എഴുതണം. കോസ് റൂട്ട് എക്സ് ആണ്. സോ കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. കോസിന്റെ മൈനസ് സൈൻ, ആ റൂട്ട് എക്സ് ഒപ്പം എഴുതാം. ഇനി റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവും കൂടി ഒപ്പം എഴുതാം. 1/2 റൂട്ട് എക്സ്. ഇത്ര ഇട്ടാൽ മതി, കഴിഞ്ഞ ആൻസർ ആയി. ഓക്കെ, അപ്പൊ 2 കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചല്ലോ. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. റൂട്ട് എക്സിന്റെ 1/2 റൂട്ട് എക്സ് ആണ്. പക്ഷെ ഇത് ഒപ്പം കൊണ്ട് നടക്കണം. കോസ് റൂട്ട് എക്സ് എന്ന് ചോദിച്ചാൽ മൈനസ് സൈൻ റൂട്ട് എക്സ് ആണ് ഡെറിവേറ്റീവ്. ഇനി റൂട്ട് എക്സിന്റെ ഇപ്പുറത്ത് എഴുതാം. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 റൂട്ട് എക്സ്. അതിന്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് എടുക്കാം. രണ്ടാമത്തെ 3 മാർക്കിന് ചോദ്യമാണ്. അപ്പൊ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്, ടഫ് അല്ല, സിമ്പിൾ ആണ്. ഇവിടെ നമുക്ക് 2 ആൾക്കാർ തന്നിട്ടുണ്ട്. y ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ്, ഞാനിവിടെ കാണിച്ചുതരാം, ചോദ്യം കാണിച്ചുതരാം. a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. y എന്ന് പറഞ്ഞാൽ a ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ. എക്സും വൈയും തന്നേക്കാണ്. അങ്ങനെയല്ല, എക്സും ഉണ്ട്, y എന്ന് പറയുന്ന ഒരാൾ നമുക്ക് തന്നിരിക്കുന്നു. എക്സ് എന്ന് പറയുന്ന ആള് എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ആണ് കേട്ടോ. 1 മൈനസ് കോസ് തീറ്റ. വൈ എന്ന് പറയുന്ന ആള് എ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ ആണ്. ഇതാണ് ചോദ്യം. ഇതിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സും വൈയും തന്നു. ഇതുപോലത്തെ ഒരു ചോദ്യം പല തവണകളായി ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണിത്. എക്സും വൈയും എന്ന് പറഞ്ഞിട്ട് 2 ആൾക്കാരെ നിങ്ങൾക്ക് തരും. ഇതുപോലത്തെ വേറെ ഏത് വേണമെങ്കിലും വരാം. എക്സും തരും, വൈയും തരും. കണ്ടുപിടിക്കുന്നത് ആരാണ്? ഡി വൈ ബൈ ഡി എക്സ് കാണണ്ടേ. എക്സും വൈ ഒക്കെ കൂടി ചേർന്ന്, രണ്ടും കൂടി ചേർന്ന് ഡി വൈ ബൈ ഡി എക്സ് കാണണം. അപ്പൊ നമ്മൾ ആദ്യം ഡി എക്സ് ബൈ ഡി തീറ്റ കാണാം. എങ്ങനെ എനിക്ക് ഡി എക്സ് ബൈ ഡി തീറ്റ ആണ് കിട്ടിയെന്ന് അറിയോ? ഇവിടെ എക്സ് ആണ്, ഇവിടെ തീറ്റയാണ്. 2 അറ്റങ്ങൾ നോക്കുക. ഇവിടെ എക്സും ഇവിടെ തീറ്റ. അപ്പൊ എന്താ കണ്ടുപിടിക്കുക? ഡി എക്സ് ബൈ ഡി തീറ്റ. ഇവിടെയോ? ഇവിടെ വൈയും ഇവിടെ തീറ്റയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? ഡി വൈ ബൈ ഡി തീറ്റ എന്നാണ് എഴുതേണ്ടത്. അപ്പൊ തന്നിരിക്കുന്ന 2 ആൾക്കാർ എക്സിന്റെയും വൈന്റെയും ഡെറിവേറ്റീവ് കാണാം. ഇവിടെ തീറ്റ എന്നായ താഴെ തീറ്റ, ഇവിടെ ടി ആണ്. ഇപ്പൊ കോസ് ടി ആണെങ്കിൽ താഴെ ടി. അങ്ങനെ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ എക്സ് ഈക്വൽ ടു a 1 മൈനസ് കോസ് തീറ്റ എന്നാണ്. അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡി എക്സ് ബൈ ഡി തീറ്റ. എ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എ എന്ന് പറയുന്ന ആളുടെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ നിങ്ങളിപ്പോ എഴുതുമ്പോൾ ഇങ്ങനെ ചോദിച്ചെന്നുണ്ടെങ്കിലും എ കോൺസ്റ്റന്റ് ആണ്. ആ എ ഇൻറ്റു ആയിട്ടൊക്കെ എടുക്കണേ, അതിനെ അവിടെ തന്നെ വെക്കുക. 1 എന്ന് പറഞ്ഞൊരു നമ്പർ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, ഇൻറ്റു ആയിട്ടല്ല, ഒറ്റയ്ക്കാണ്. അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ അത് എഴുതണ്ട. ഇനി ഒരു മൈനസ് ഉണ്ട്, കോസ് തീറ്റ ഉണ്ട്. മൈനസ് കോസ് തീറ്റ നമുക്കറിയാം. കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ? കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റയാണ്. അപ്പൊ മൈനസ് കോസ് തീറ്റയുടെ എന്താവും? പ്ലസ് സൈൻ തീറ്റ എന്നാവും അല്ലെ? പ്ലസ് സൈൻ തീറ്റ നമുക്ക് വരും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കോസ് തീറ്റയുടെ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. മൈനസ് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റയാണ് കേട്ടോ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ മൈനസ് നിങ്ങൾ വിട്ടോ, വേണമെങ്കിൽ ഈ മൈനസ് എടുക്കണ്ട. ഈ മൈനസ് നോക്കാതെ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എഴുതുക. അത് മൈനസ് സൈൻ തീറ്റയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു, കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. പക്ഷെ ഇവിടെ ഒരു മൈനസും കൂടി ഉണ്ട്. മൈനസും കൂടി പ്ലസ് സൈൻ ആലോചിച്ചാൽ മതി. അപ്പോൾ എ അതുപോലെ തന്നെ എഴുതണം. എ ഇൻറ്റു ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് എ കോൺസ്റ്റന്റ് ആണെങ്കിലും എ അതുപോലെ തന്നെ എഴുതാം. 1ന്റെ 0 ആണ്. അപ്പൊ അത് എഴുതണ്ട. ഇനി കോസ് തീറ്റയുടെ മൈനസ് സൈൻ തീറ്റയാണ് ഡെറിവേറ്റീവ്. നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചു കോസിന്റെ മൈനസ് സൈൻ ആണ്. പക്ഷെ ഒരു മൈനസും കൂടി വരുന്നത് കൊണ്ട് അത് പ്ലസ് സൈൻ തീറ്റ ആവും. അതേപോലെ ഇവിടെ എ അതുപോലെ തന്നെ എഴുതാം. 1ന്റെ 0 ആണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് ഇവിടെ ഇട്ടോ.
സൈൻ തീറ്റ ഡെറിവേറ്റീവ് വെറും കോസ് തീറ്റയാണ്. ആൻസറായി കണ്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ഡി എക്സ് ബൈ ഡി തീറ്റ നമുക്ക് കിട്ടി എ ഇൻറ്റു സൈൻ തീറ്റ. ഡി വൈ ബൈ ഡി തീറ്റ നമുക്ക് കിട്ടി എ ഇൻറ്റു മൈനസ് കോസ് തീറ്റ. നമുക്ക് ഇതൊന്നുമല്ല കിട്ടണ്ടേ, നമുക്ക് കിട്ടേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ്, ചോദ്യം അങ്ങനെയാണ്, ഡി വൈ ബൈ ഡി എക്സ് കാണാനാണ്. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ? ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പറഞ്ഞാൽ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം. ഏത്? ഇവിടെ കിട്ടിയതും ഇവിടെ കിട്ടിയതും നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഇവിടുന്ന് വേണം ആദ്യം ഡിവൈഡ് ചെയ്യാൻ. ഈ കിട്ടിയ ആള്, കാരണം മുകളിൽ വൈ അല്ലേ, അപ്പൊ വൈയുടെ വേണം ആദ്യം എഴുതാൻ. മൈനസ് എ കോസ് തീറ്റനെ ആ മൈനസിനെ ഒന്ന് പുറത്തേക്ക് എടുത്തു, എ സൈൻ തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എ പോയി കഴിഞ്ഞാൽ കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ ആരെന്ന് പറയുന്നത്? സൈൻ ബൈ കോസ് ആരാ? സൈൻ ബൈ കോസ് ടാൻ ആണ്. കോസ് ബൈ സൈനോ കോട്ടാണ്, കോട്ട് തീറ്റ. മൈനസ് കോട്ട് തീറ്റ ആണ് ആൻസർ കിട്ടി. സോ ഡി വൈ ബൈ ഡി എക്സ് എന്താ? മൈനസ് കോട്ട് തീറ്റ. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ആണോ എല്ലാവർക്കും? ഒന്ന് ശ്രദ്ധിക്കുക. എക്സും വൈയും തന്നാൽ ഓരോന്നിന്റെയും ഡെറിവേറ്റീവ് എഴുതുക, രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. എ അതുപോലെ തന്നെ എഴുതണം. കോസിന്റെ സൈൻ ആണ്, മൈനസ് സൈൻ ആണ്, മൈനസും കൂടി ഉള്ളത് കൊണ്ട് പ്ലസ് സൈൻ മാത്രം കേട്ടോ. രണ്ടാളുടെ എഴുതുക, രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. ഇവിടെ നമുക്ക് ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്. 4 മാർക്ക് ഇപ്പം നമുക്ക് കിട്ടി. ഒന്നാമത്തെ ചോദ്യം കിട്ടി, കോസിന്റെ മൈനസ് സൈൻ റൂട്ട് എക്സ് എന്ന് എഴുതി, റൂട്ട് എക്സിന്റെ 1/2 റൂട്ട് എക്സ് എഴുതി. ഇവിടെ നമ്മൾ എക്സിന്റെ കണ്ടു, വൈന്റെ കണ്ടു, രണ്ടും കൂടി ഡിവൈഡ് ചെയ്തു. ഇവിടെ ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം നോക്കിക്കോ. നമുക്ക് ഇ റേസ് ടു വൈ ഈക്വൽ ടു എക്സ് തന്നിട്ടുണ്ട്. ഇ റേസ് ടു വൈ ഈക്വൽ ടു എക്സ് എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദെൻ ഷോ ദാറ്റ്, ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറും ഡി വൈ ബൈ ഡി എക്സിന്റെ സ്ക്വയറും കൂട്ടുമ്പോൾ 0 എന്ന് കിട്ടണം. 2 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ ഇ റേസ് ടു വൈ ഈക്വൽ ടു എക്സ് എന്നാണ് ചോദ്യം തന്നിട്ടുള്ളത്. അതിന് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് കാണണം, അതിനെ ഒന്നും കൂടി ഡെറിവേറ്റീവ് കാണണം, ഇതിന്റെ സ്ക്വയർ എടുക്കണം, 0 കിട്ടണം. അപ്പോൾ സംഭവം കാണുമ്പോൾ ടഫായി തോന്നുന്നുണ്ടെങ്കിലും സംഭവം എളുപ്പമാണ്, ഞാൻ പറഞ്ഞു തരാം. ചോദ്യം നോക്കിക്കോളൂ. ഇ റേസ് ടു വൈ ഈക്വൽ ടു എക്സ് ആണ് കേട്ടോ ചോദ്യം. ശ്രദ്ധിക്കുക എല്ലാവരും. നമുക്ക് തന്നിരിക്കുന്നത് ഇ റേസ് ടു വൈ ഈക്വൽ ടു എക്സ് എന്നാണ്. ഇവിടുന്ന് ഇവരെന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കണേ? ഡി സ്ക്വയർ വൈയും ഡി എക്സ് സ്ക്വയർ, ഇത് രണ്ടാമത്തെ തവണ ഡെറിവേറ്റീവ് കാണണം. ഇവിടെ ആദ്യത്തേതാണ് ഡെറിവേറ്റീവ് കാണാം. പക്ഷെ ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 0. ഇത് രണ്ടും ചെയ്തിട്ട് കൂട്ടുമ്പോൾ 0 എന്ന് കിട്ടണം. നമുക്ക് ആദ്യം ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ എടുത്ത് എഴുതി. ആദ്യം നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതാം. ഓക്കെ, ഇ റേസ് ടു വൈയുടെ ഡെറിവേറ്റീവ് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇ റേസ് ടു എന്ത് വന്നാലും, ഇപ്പൊ ഇ റേസ് ടു എക്സ് ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പൊ ഇ റേസ് ടു വൈ വന്നാൽ അതിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു വൈ തന്നെയാണ്. പക്ഷെ വൈ ഉണ്ട് മുകളിലെ, വൈയുടെ ഡെറിവേറ്റീവ് ഒപ്പം എഴുതുക ഡി വൈ ബൈ ഡി എക്സ്. മറക്കണ്ട, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പൊ നിങ്ങൾ കുറെ ഡെറിവേറ്റീവ് പഠിച്ചല്ലോ. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്, കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ് ആണ് പഠിച്ചു. ഇ റേസ് ടു എക്സിന്റെ ഇ റേസ് ടു എക്സ് തന്നെയാണ്. പക്ഷെ ഇ റേസ് ടു വൈ വന്നാൽ ഇ റേസ് ടു വൈ എഴുതുക, പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് കൂടി ഇൻറ്റു ആക്കി എഴുതുക. എക്സിന്റെ ഡെറിവേറ്റീവ് പഠിച്ചല്ലോ 1. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് കിട്ടി. ഇ റേസ് ടു വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇതവിടെ നിൽക്കട്ടെ. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഒരു പ്രാവശ്യം കൂടി ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു പ്രാവശ്യം കൂടി ഡെറിവേറ്റീവ് കാണാം. അത് കാണുമ്പോൾ എന്താ പ്രശ്നം അറിയോ? 2 ഫംഗ്ഷൻസ് ഇവിടെ ഇൻറ്റു ആയിട്ട് വന്നേക്കാണ്. അപ്പൊ ഇതൊരു സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്ന് ചെയ്യാ, ഇതിനെ തന്നെ ഒരു പ്രാവശ്യം കൂടി ഡെറിവേറ്റീവ് കാണാം എന്ന് പറയുമ്പോൾ ഇതൊരു ഫംഗ്ഷൻ, ഇത് വേറെ ഫംഗ്ഷൻ, 2 ഫംഗ്ഷൻസ് ഇൻറ്റു ആയിട്ട് വന്നു. ഇത് നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഫംഗ്ഷനിൽ പ്രൊഡക്റ്റ് റൂൾ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി വൈ ബൈ ഡി എക്സിന്റെ ഒരു പ്രാവശ്യം കൂടി കാണുമ്പോൾ എന്താവും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിനാവും കേട്ടോ. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ആണ് അപ്ലൈ ചെയ്തത്. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക, ഇൻറ്റു ഇതിന്റെ ഒരു പ്രാവശ്യം കൂടി ഡെറിവേറ്റീവ് കാണാം. അപ്പൊ ഡി വൈ ബൈ ഡി എക്സിന്റെ ഒരു പ്രാവശ്യം കൂടി കണ്ടാൽ എന്താവും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിനാവും. പ്ലസ് ഇനി സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഇ റേസ് ടു വൈയുടെ ഡെറിവേറ്റീവ്. സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ എഴുതിയിട്ട് ഫസ്റ്റത്തെ ആൾ ഡെറിവേറ്റീവ് ഇ റേസ് ടു വൈയുടെ ഡെറിവേറ്റീവ് എന്താ? ഇ റേസ് ടു വൈ തന്നെ, വൈയുടെ ഡി വൈ ബൈ ഡി എക്സ് തന്നെ. 1ന്റെ ഡെറിവേറ്റീവ് എന്താവും? 0. ഇവിടെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. ഇ റേസ് ടു വൈ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഒരു ഇ റേസ് ടു വൈ ഉണ്ട്.
ഐ റേസ് ടു എവിടെ തന്നെ ഇട്ടോ. ഡി വൈ ബൈ ഡി എക്സ് രണ്ടെണ്ണുണ്ട്. അപ്പൊ ഡി വൈ ബൈ ഡി എക്സിന്റെ സ്ക്വയർ എന്നാണ് അതിന്റെ അർത്ഥം. 0. ഈ രണ്ട് ഇ റേസ് ടു വൈ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഈ റേസ് ടു വൈയും ഈ റേസ് ടു വൈയും പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്താൽ ബാക്കി ആരോ ഉള്ളോ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട് ഒരാള്. അടുത്ത ആള് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയറും ഉണ്ട് ഈക്വൽ ടു 0. ഈ റേസ് ടു വൈ അങ്ങോട്ട് പോകുമ്പോൾ അത് 0 ആയിട്ട് പോകും. ഈ റേസ് ടു വൈ ഇൻറ്റു ആണ്. ഇത് നേരെ താഴത്തേക്ക് പോകുമ്പോൾ 0 ഡിവൈഡഡ് ബൈ എന്നായിട്ട് ഈ റേസ് ടു വൈ ഇങ്ങോട്ട് പോകുമ്പോൾ അത് 0 ആയിട്ട് പോയി. അപ്പോൾ നമുക്ക് കിട്ടി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ എന്താന്ന് കിട്ടി? 0 എന്ന് കിട്ടി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കുക എല്ലാവരും, ഇതായത് ചോദ്യം. ആദ്യം ഇതിന്റെ സിമ്പിൾ ആയിട്ട് ഡെറിവേറ്റീവ് കാണാം. ഇ റേസ് ടു വൈയുടെ ഡെറിവേറ്റീവ് ഇ റേസ് ടു വൈ ഇൻറ്റു വൈയുടെ എഴുതുക ഡി വൈ ബൈ ഡി എക്സ് ആണ്. അവിടെ നമ്മൾ ഒന്നും കൂടി ഡെറിവേറ്റീവ് കാണുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. രണ്ടാമത്തെ ഡെറിവേറ്റീവ് എഴുതി. ഇനി രണ്ടാമത്തെ ഇൻറ്റു ഫസ്റ്റത്തെ ഡെറിവേറ്റീവ്. ഇതാണ് ഫസ്റ്റത്തെ ഡെറിവേറ്റീവ്. രണ്ടാമത്തെ ഫംഗ്ഷൻ ഡി വൈ ബൈ ഡി എക്സ്. ഇ റേസ് ടു വൈയുടെ ഡെറിവേറ്റീവ് എന്താ? ഇ റേസ് ടു വൈ ഇൻറ്റു വൈയുടെ എഴുതുക. പിന്നെ നമ്മൾ ഇവിടെ ഒരുമിച്ച് ഡി വൈ ബൈ ഡി എക്സ് ഒരുമിച്ച് സ്ക്വയർ ആക്കി എഴുതി ഇ റേസ് ടു വൈ പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളത് നമുക്ക് കിട്ടി. നമ്മളിതാ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇതുപോലെ നമുക്ക് കിട്ടി കേട്ടോ. അപ്പൊ അതാണ് ആ ചോദ്യം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഓരോ ചോദ്യം നിങ്ങൾ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. പറ്റുന്നില്ലേന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ വേറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം നിങ്ങൾക്ക് വരുന്നത്. ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ ആവാം. എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടണം. അപ്പൊ ഇതിപ്പോ പല ഭാഗങ്ങളും ഇപ്പോഴാണ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാവും അല്ലെ. പല കുട്ടികളും ഡെറിവേറ്റീവും അതുപോലെ ഈ റേസ് ടു വൈഡ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മാത്സിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും അറിയില്ല എന്നുള്ളവർ ഇനിയെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക ക്രിസ്മസ് എക്സാമിന് ശേഷം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ബാച്ചിൻ്റെ കാര്യം മറക്കണ്ട. ഡിസംബർ ലാസ്റ്റോട് കൂടി തുടങ്ങുകയാണ്. താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് രണ്ട് വെക്ടർ വന്നിട്ടുണ്ട്. എ ബി എന്നിട്ട് രണ്ട് വെക്ടർ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വെക്ടർ എന്ന് പറഞ്ഞ പാടാണ്. വെക്ടർ ആക്ച്വലി സിമ്പിൾ ചാപ്റ്റർ ആണ്. ഒരു 10 മാർക്കിനൊക്കെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ. വളരെ സിമ്പിൾ ആണ്. കാര്യങ്ങളൊക്കെ ഒന്ന് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് അറിയാന്നുണ്ടെങ്കിൽ ഇതിന് സിമ്പിൾ ആയിട്ട് നമുക്ക് ആ മാർക്ക് കിട്ടും. അപ്പൊ എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് വെക്ടർ വന്നിട്ട് ഒന്നാമത്തെ ചോദ്യം എന്താ? എ പ്ലസ് ബി എ മൈനസ് ബി കാണാം. രണ്ടും കൂടി ഡോട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അത് ആദ്യം ചെയ്യാം. 2 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ എയും ബിയും ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? എ പ്ലസ് ബി ഒന്ന് കണ്ടുപിടിക്കാം. എയും ബിയും കൂടി ഒന്ന് കൂട്ടാം. എങ്ങനെയാണ് എയും ബിയും കൂടി പ്ലസ് ചെയ്യാൻ പറ്റുക? ഇവിടെ ഒരു ഐ, ഇവിടെ 2 ഐ. അപ്പൊ 2 ഒന്നും കൂടി 3 ഐ എന്നായി. ഓക്കെ, ഇനി ഇവിടെ ഒരു ജെ, ഇവിടെ ഒരു ജെ, ഒരു ജെയും ഒരു ജെയും കൂടി 2 ജെ. ഇവിടെ ഒരു കെ, ഇവിടെ ഒരു മൈനസ് കെ. കെ പ്ലസ് മൈനസ് കെ ഇങ്ങനെയല്ലേ വരിക? ഒന്ന് കെ ഒന്ന് മൈനസ് കെ, രണ്ടും കൂടി കൂട്ടുമ്പോൾ 0. അപ്പൊ 0 കെ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇനി കെ 0 എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ എ പ്ലസ് ബി കിട്ടി. ഇതേപോലെ നമുക്ക് എ മൈനസ് ബി കാണാം. എ മൈനസ് ബി കാണാം. എ മൈനസ് ബി കാണുമ്പോൾ എന്താ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഐയിൽ നിന്ന് എയും ബിയും കൂടി കുറയ്ക്കണം. അപ്പൊ ആദ്യം ഐയിൽ നിന്ന് കുറയ്ക്കണം 2i. എന്താ വരിക? ഐന്ന് 2 ഐ കുറയ്ക്കാം. പറ്റില്ല. നമുക്ക് 2 ഐന്ന് 1 ഐ കുറയ്ക്കാം. വലുതിന് ചെറുത് കുറയ്ക്കാം. 2ൽ നിന്ന് 1 കുറച്ചാൽ 1. 2ന്റെ ചിഹ്നം മൈനസ് ആണ്. മൈനസ് ഐ കണ്ടോ? ഒരു ഐയിൽ നിന്ന് കുറയ്ക്കണം 2 ഐ എന്നാണ്. ഇതിന്റെ ആൻസർ എന്താ? 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഐ എഴുതാം. -1 ഐ എന്ന് പറഞ്ഞാൽ -i കിട്ടി. അതേപോലെ ജെയിൽ നിന്ന് കുറയ്ക്കണം ഒരു ജെ. ജെ മൈനസ് ജെ എന്താവും? 0 ജെ. 0 ജെന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ജെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 0 ജെ എന്ന് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ജെയുടെ ടേം എഴുതാണ്ടിരിക്കാം. അടുത്ത എന്താ ചെയ്യുന്നത്? കെയിൽ നിന്ന് കുറയ്ക്കണം മൈനസ് കെനെ. ഇങ്ങനെ ഒന്നെന്താ ചെയ്യുക? 2 മൈനസ് വന്നാൽ പ്ലസ് ആവും. കെ പ്ലസ് കെ 2k. അപ്പൊ ഈ പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും അറിയണം, എന്നാലാണ് ഇത് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എ പ്ലസ് ബി കിട്ടി, എ മൈനസ് ബി കിട്ടി. രണ്ടും കൂടി ഇനി ഡോട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡോട്ട് ചെയ്യാം. അപ്പൊ എ പ്ലസ് ബി 2 മാർക്കിന് ചോദ്യമാണ്. എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി ചെയ്യാം. ഡോട്ട് എങ്ങനെ ഡോട്ട് ചെയ്യാനറിയോ? ഇൻറ്റു ചെയ്യാം. പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും മനസ്സിലായല്ലോ. ഐ കൂട്ട, ജെ കൂട്ട, കെ കൂട്ട, അതുപോലെ മൈനസ് ചെയ്യുക. നേരെ ചെയ്താൽ മതി. ഡോട്ടും അതുപോലെ തന്നെ ഐകളെ ഒരുമിച്ച് ഇൻറ്റു ചെയ്യുക. ഇവിടെ 3 ഐ, ഇവിടെ -1 ഐ അല്ലേ? അപ്പോൾ 3 × -1 ഇത്ര മതി. ഐ എഴുതണ്ട.
3 ഐയും -1 ഐയും 3ഉം -1ഉം അത് മാത്രമേ എടുക്കണ്ടു. ഐ എഴുതരുത്. പ്ലസ് അടുത്തതോ 2 ജെയും 0 ജെയും. അപ്പൊ 2 × 0. ഓക്കെ. പ്ലസ് അടുത്തത് 0 കെയും 2 കെയും. അപ്പൊ 0 × 2. അപ്പൊ ആൻസർ ഇവിടെ -3, ഇവിടെ 0, ഇവിടെയും 0. അപ്പൊ ആൻസർ -3 എന്നാണ്. അപ്പൊ A+B ഡോട്ട് A-B ചെയ്തപ്പോൾ നമുക്ക് എന്തിന്റെ ആൻസർ കിട്ടി? രണ്ടും കൂടി A+B ചെയ്തു, A-B ചെയ്തു, രണ്ടും കൂടി ഡോട്ട് ചെയ്യാം. ഡോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും -3. ക്ലിയർ ആയല്ലോ? 2 മാർക്ക് കിട്ടി. അതിൽ തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഫൈൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഏരിയ കാണാം. ഹൂസ് അഡ്ജസന്റ് സൈഡ്സ് ആർ റെപ്രസെന്റഡ് ബൈ A and B. ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തോ. അതിൽ അഡ്ജസന്റ് സൈഡ് ഇപ്പൊ ഇതും ഒന്ന് എയും ഒന്ന് ബിയും ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ. എയും ബിയും നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മള് A ക്വസ്റ്റ്യനിലുണ്ട്, B ക്വസ്റ്റ്യൻ ആണ് ഇത്. എയിൽ നമുക്ക് A ആരാ ബി ആരാ തന്നിട്ടുണ്ട്. ഒന്ന് എടുത്ത് എഴുതാം നമുക്ക്. ഓക്കെ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എയും ബിയും ഒന്ന് എടുത്ത് എഴുതുക. തന്നിരിക്കുന്ന A ആരാ ബി ആരാന്നൊന്ന് എടുത്ത് എഴുതലാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ A ഞാൻ എടുത്ത് എഴുതാണ്. A തന്നിട്ടുണ്ട് I+J - K. I+J+K ആണ്. ഇനി B തന്നിരിക്കുന്നു. ഇതന്നെ നമ്മളെ A ക്വസ്റ്റ്യൻ 2I+J. 2I+J - K. ഇനി പറയാണ് എയും ബിയും അഡ്ജസന്റ് സൈഡുകളാണ്. അപ്പൊ ഇങ്ങനെ ആവാം ചിലപ്പോ. ഇതാണ് A, ഇതാണ് B. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് 2 സൈഡുകൾ തരും. ഇതുപോലെ AB അല്ലെങ്കിൽ ABBC എന്നൊക്കെ പറഞ്ഞിട്ട് 2 സൈഡുകൾ നിങ്ങൾക്ക് തരും. ആ 2 വെക്ടറുകളായിരിക്കുവേ. 2 സൈഡ് അല്ലെങ്കിൽ 2 വെക്ടർ വന്നിട്ട് ഏരിയ കാണാൻ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്രേ ചെയ്യണ്ടോ. എയും ബിയും കൂടി ക്രോസ് ചെയ്യുക. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. എന്താ ചെയ്യേണ്ടത്? എയും ബിയും കൂടി പ്ലസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു, മൈനസ് ചെയ്യാൻ പഠിച്ചു, ഡോട്ട് ചെയ്യാൻ പഠിച്ചു. അതേപോലെ നമുക്ക് അത് നമ്മൾ A ക്വസ്റ്റ്യനിൽ പഠിച്ചു, പ്ലസും മൈനസും ഡോട്ടും. ഇവിടെ നമ്മൾ പറയുന്നത് ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്തിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണ് വേണ്ടത്. അപ്പൊ എങ്ങനെ നമുക്ക് ആദ്യം ക്രോസ് ചെയ്യാം? എയും ബിയും കൂടി ആദ്യം ക്രോസ് ചെയ്തിട്ട് എന്താ കിട്ടുന്നത് നോക്കാം. എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാം. ഇതിനെന്താ വായിക്കുക? 2 വരട്ടാലേ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ നിങ്ങൾ ക്രോസ് ചെയ്യാൻ ചെയ്യേണ്ടത് ഇതുപോലെ 2 ലൈൻ വരയ്ക്കുക. എന്നിട്ട് അവിടെ I-J-K എന്ന് കൊടുക്കുക. എയില് എത്ര ഐ ഉണ്ട് നോക്കി നിങ്ങൾ. എ എന്ന് പറയുന്ന വെക്ടർ നോക്കുക ആദ്യം. എയിൽ എത്ര ഐ ഉണ്ട്? 1 ഐ. അപ്പൊ 1 ഐ. 1 ജെ. അപ്പൊ 1 ജെ. 1 കെ. അപ്പൊ 1 കെ കൊടുത്തു. അതുപോലെ ബിയിലോ 2 ഐ. ഇവിടെ നോക്കുക, നിങ്ങൾ ചോദ്യത്തിൽ നോക്കുക. 2 ഐ 1 ജെ -1 കെ. ഇങ്ങനെ എഴുതുക. നമുക്ക് ആ എയും ബിയും തന്നു. നമുക്ക് എ തന്നത് I+J+K എന്നാണ്. അപ്പോൾ I-J-K എന്ന് കൊടുക്കുക. എ എന്ന് പറയുന്ന ആളെടുക്കുക. അതിൽ 1 ഐ 1 ജെ 1 കെ. അപ്പൊ 1 1 1. ഇനി ബി എന്ന് പറഞ്ഞ വെക്ടർ തന്നു 2I+J - K എന്നാണ്. അപ്പൊ 2 1 -1 അതും എഴുതുക. ഇത് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ആദ്യം I എന്ന് പറയുന്ന ആളെടുക്കുക. ഐയുടെ റോയും കോളും കട്ട് ചെയ്യുക. റോയും കോളും കട്ട് ചെയ്ത ഇങ്ങനെ കട്ട് ചെയ്തോ. ഇങ്ങനെ ആ റോയും കോളും നോക്കണ്ട, ബാക്കിയുള്ള ആൾക്കാരെ നോക്കുക. I എന്ന് പറയുന്ന ആളെടുത്ത് എഴുതുക. I എന്നെടുത്ത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഐയുടെ റോയും കോളും നോക്കണ്ട, ബാക്കി 1 × -1 ഇങ്ങനെ ചെയ്യുക ആദ്യം. 1 × -1 എന്താ? -1 മൈനസ് 1 × 1 1. ഇതിന്റെ ആൻസർ എന്താ? -2. അതവിടെ എഴുതുക. അടുത്ത ആള് ജെ ആണ്. ജെയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു മൈനസ് കൊടുക്കണം. ജെ എപ്പോഴും അങ്ങനെയാണ്. ജെ എന്ന് പറയുന്ന ആൾക്ക് മുമ്പ് ഒരു മൈനസ് വരും. അപ്പൊ ജെയുടെ റോയും കോളും നോക്കണ്ടതാ. ജെയുടെ റോയും കോളും നോക്കരുത്. ഇനി ജെയുടെ റോ നോക്കണ്ട, കോളം നോക്കണ്ട. ബാക്കി 1 × -1 എന്താ? -1 മൈനസ് നടുവിലൊരു മൈനസ് ഉണ്ട്. 2 × 1 2. ഇതിന്റെ ആൻസർ എന്താ? -3. കണ്ടോ എന്താ ചെയ്തത്? ജെ എന്ന് പറയുന്ന ആൾക്ക് മുമ്പ് ഒരു മൈനസ് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. ജെക്ക് മാത്രമേ മൈനസ് ഉള്ളൂ. അതിന് റോയും കോളും കട്ട് ചെയ്തിട്ട് ആദ്യം ഇങ്ങോട്ട് 1 × -1 -1. ബാക്കി മൈനസ് നടുവിൽ മൈനസ് കൊടുക്കുക. 2 × 1 2. ഇതിന്റെ ആൻസർ -3. അതേപോലെ കെ കൊടുക്കുക. കെക്കൊക്കെ പ്ലസ് ആണ്. I പ്ലസ് ആണ്, കെ പ്ലസ് ആണ്. ജെക്ക് മാത്രം മൈനസ് ഉള്ളൂ. കെ റോയും കോളും കട്ട് ചെയ്ത് ബാക്കി 1 × 1 1
മൈനസ്, നടുവിൽ മൈനസ് ഉണ്ട് കേട്ടോ. 2 × 1 2. ആദ്യം ഇങ്ങോട്ട്, പിന്നെ മൈനസ് കൊടുക്കുക, പിന്നെ ഇങ്ങോട്ട് കേട്ടോ. ഇതിൻ്റെ ആൻസർ എഴുതിക്കോ. അപ്പോൾ A ക്രോസ് B നമുക്ക് കിട്ടും. A ക്രോസ് B =-2y -2y കൂടി, ഇവിടെ -3 കൂടി +3j, ഇവിടെ -1k. ഇതാണ് A ക്രോസ് B. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടി കണ്ടുപിടിക്കണം. A ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അപ്പോൾ ക്രോസ് ചെയ്യാൻ പഠിച്ചല്ലോ, ക്രോസ് ചെയ്ത ആൻസർ കിട്ടി. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടാലാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആവുള്ളൂ. ട്രയാങ്കിളിൻ്റെ ഏരിയ ആണല്ലോ ചോദ്യം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുമെന്ന് പറഞ്ഞാൽ റൂട്ട് എടുക്കലാണ് അർത്ഥം. റൂട്ട് ഓഫ് -2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, -1k അല്ല, അപ്പം -1ന്റെ സ്ക്വയർ. ഇതാണ് സംഭവം. 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 1ന്റെ സ്ക്വയർ 1. അപ്പം ആൻസർ എന്ന് പറയുന്നത് 14. റൂട്ട് 14 ആണ് ഏരിയ. അത്രയും സ്ക്വയർ യൂണിറ്റ്, സ്ക്വയർ ഇടണല്ലോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആവുമ്പോൾ. അപ്പം ഏരിയ ഓഫ് ട്രയാങ്കിൾ നമുക്ക് കിട്ടി. എന്താണ്? റൂട്ട് 14 ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് എഴുതി വയ്ക്കുക. അപ്പം എന്താ ചെയ്തത്? 2 സൈഡ് നിങ്ങൾക്ക് തരും. ഇപ്പോൾ ചിലപ്പോൾ AB പകരം AB എന്ന് പറഞ്ഞ വെക്ടർ BC എന്നൊക്കെ പറഞ്ഞിട്ടാവാം. അപ്പോൾ 2 വെക്ടറുകളുടെയും ക്രോസ് കണ്ടുപിടിക്കുക. ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ക്രോസ് കാണാം. ഇതാണ് ക്രോസ്. IJK കൊടുക്കുക. ആദ്യത്തെ ആളുടെ വാല്യൂസ് എഴുതുക, രണ്ടാമത്തെ ആളുടെ നമ്പേഴ്സ് എഴുതുക. പിന്നെ ഇങ്ങനെ ആദ്യം I എടുക്കുന്നു, റോയും കോളം കട്ട് ചെയ്ത് എഴുതുക. ജെക്ക് മുമ്പ് മൈനസ് ഉണ്ട്, K കൊടുക്കുക, അത് കാണാം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാം പഠിച്ചു. മാഗ്നിറ്റ്യൂഡ് കാണാൻ എപ്പോഴും റൂട്ടാണ്, വർക്ക് ചെയ്തത്. റൂട്ട് എടുക്കുക. ആദ്യത്തെ ആളുടെ സ്ക്വയർ, രണ്ടാമത്തെ ആളുടെ സ്ക്വയർ, മൂന്നാമത്തെ ആളുടെ സ്ക്വയർ. നെഗറ്റീവ് ഒക്കെ സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവ് ആവട്ടെ, ഇവിടെ ഒന്നും നെഗറ്റീവ് വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് വെക്ടർ എന്ന് പറഞ്ഞ പാഠത്തിൽ ഒരു ചോദ്യം വന്നത്. സിമ്പിൾ ആയിരുന്നു. എന്തൊക്കെ ചെയ്തത്? പ്ലസ് ചെയ്യാൻ പഠിച്ചു, മൈനസ് ചെയ്യാൻ പഠിച്ചു, ഡോട്ട് ചെയ്യാൻ പഠിച്ചു, ക്രോസ് പഠിച്ചു, മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ റൂട്ടാണെന്നൊക്കെ പഠിച്ചു. ഇതൊക്കെ നന്നായി ചെയ്ത് പഠിക്കുക. ഇത്തരം ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പ്ലസും മൈനസും ഡോട്ടും ക്രോസും ഒക്കെ അറിഞ്ഞിരിക്കണം. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ വേറെ ക്വസ്റ്റ്യൻസ് ഞാൻ കാണിക്കാം, അതും കൂടി നോക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ, ഫസ്റ്റ് ചോദ്യം ഇതാണ്. അടുത്ത പാഠം 3 ഡയമെൻഷണൽ ജിയോമെട്രി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നന്നായി ശ്രദ്ധിച്ചോളൂ. ഫൈൻഡ് ദ വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇവിടെ വെക്ടർ ഇക്വേഷനും എഴുതണം, കാർട്ടീഷ്യൻ ഇക്വേഷനും എഴുതണം. അപ്പം എന്താണ് വെക്ടർ ഇക്വേഷൻ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. വെക്ടർ ഇക്വേഷൻ എഴുതുക, കാർട്ടീഷ്യൻ ഇക്വേഷനും എഴുതുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും എഴുതുക. അതിന് എന്തൊക്കെ തന്നിരിക്കുന്നത്? ഒരു പാസ് ചെയ്യണ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, അത് കടന്നു പോകുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. 1 - 1 3. ഒരു ലൈൻ, ആ ലൈന്, ഇതാണ് ലൈൻ, ആ ലൈൻ കടന്നു പോകുന്ന ഒരു പോയിന്റും അതിന് പാരലായിട്ട് ഒരു വെക്ടറും. 2 സംഭവങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, തന്നിരിക്കുന്ന സംഭവങ്ങൾ ഒരു പോയിന്റും ഒരു വെക്ടറുമാണ്. അങ്ങനെ ആലോചിച്ചാലും മതി. ഒരു പോയിന്റും തന്നു, ഒരു വെക്ടറും തന്നു. ഇത് രണ്ടും ഉപയോഗിച്ച് ആ ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ എഴുതാം, കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതാം. 2 മാർക്കിന്റെ ചോദ്യമാണ്. വെക്ടർ ഇക്വേഷൻ എന്താണെന്ന് എഴുതണം, കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്താണെന്ന് എഴുതണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതാം. വെക്ടർ ഇക്വേഷൻ എന്താന്ന് നമുക്കറിയണം, കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്താന്ന് പറയണം. തന്നിരിക്കുന്ന 2 കാര്യങ്ങളും എഴുതാം. വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെക്ടർ R = A + λb ആണ്. പഠിച്ചു വെക്കേണ്ട കാര്യമാണിത്. വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെക്ടർ R = A + λb ആണെന്ന് നിങ്ങൾക്ക് അറിയണം. ഇത് ബൈ ഹാർട്ട് പഠിക്കണം. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്ന ആൾ ആരാന്നറിയോ? കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x - x1/a, y - y1/b, z - z1/c. ഇതാണ് 2 ഇക്വേഷൻസ്. ഇത് രണ്ടും നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. വെക്ടർ ഇക്വേഷൻ ഇതാണ്, കാർട്ടീഷ്യൻ ഇക്വേഷൻ ഇതാണ്. ഇതിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഇനി ഈ തന്നിരിക്കുന്നത് ഒരു പോയിന്റും ഒരു വേറൊരു വെക്ടറുമാണ് അല്ലെ, ഒരു പോയിന്റും വെക്ടറും. ഈ തന്നിരിക്കുന്ന പോയിന്റ് ആണ് നമ്മുടെ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആദ്യം ഞാൻ വെക്ടർ ഇക്വേഷന്റെ ആൻസർ ഏതാണ്, നിങ്ങൾ കാർട്ടീഷ്യൻ ഇപ്പൊ നോക്കണ്ട, അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. വെക്ടർ ഇക്വേഷൻ എഴുതുമ്പോൾ വെക്ടർ R = A എന്ന് പറയുന്ന ആളാണ് ഈ പോയിന്റ്. അപ്പോൾ 1 - 1 3 എന്ന് പറഞ്ഞാൽ A ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? 1i - 1j + 3k. ഇതാണ് A എന്ന് പറയുന്ന ആള്. കണ്ടോ A. ഇനി ലാംഡ B ആണ്. B എന്ന് പറഞ്ഞാൽ ഈ ആളാണ്. ആ തന്നിരിക്കുന്ന മറ്റേ വെക്ടറുമാണ്. കണ്ടോ, അപ്പൊ ആൻസറായി. വെക്ടർ ഇക്വേഷൻ R = ലാസ്റ്റ് ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് എഴുതാം.
വെക്ടർ ഇക്വേഷൻ ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി എന്നാണ്. ഇതാണ് നമ്മുടെ എ, ഇതാണ് നമ്മുടെ ബി. കഴിഞ്ഞു. എ ഇട്ട് കൊടുത്തോ. എയുടെ പകരം 1i മൈനസ് 1j പ്ലസ് 3k എന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. മുകളിലേക്ക് ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിന് ഐ കൊടുക്കുക, ഇതിന് ജെ കൊടുക്കുക, ഇതിന് കെ കൊടുക്കുക. അപ്പൊ എ ഐ പ്ലസ് ലാംഡ അതുപോലെ തന്നെ എഴുതിക്കോ. ഇനി ബി എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ ഈ തന്നിരിക്കുന്ന ആളാണ്. 2i പ്ലസ് 3j പ്ലസ് 4k. അപ്പൊ നമുക്കിതാ വെക്ടർ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. വെക്ടർ ഇക്വേഷൻ ആയി. ഇത് എഴുതി എത്ര എഴുതിയാൽ മതി? വെക്ടർ ഇക്വേഷൻ ആയി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു വെക്ടർ എഴുതി, അത് എ. ഇത് തന്നിരിക്കുന്നത് ബി ആണ്. എ എഴുതി ബി എഴുതി, സംഭവമായി. അപ്പൊ ആദ്യം ഇതേ എഴുതുക കേട്ടോ. വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എ പ്ലസ് ലാംഡ ബി ആണ്. ഇതാണ് എ, ഇതാണ് ബി. എയും ബി ഇട്ട് കൊടുത്താൽ ആൻസർ ആയി. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് x1 y1 z1 എന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ടോ മുകളിലത്തെ x1ന് അവിടെ എന്ത് എഴുതണം? 1. y മൈനസ് y1ന് അവിടെ -1. z മൈനസ് z1ന്റെ അവിടെ 3. അപ്പൊ മുകളിലുള്ള ആളാണ് ഇതൊക്കെ. x1 y1 x y z അവിടെ തന്നെ എഴുതാം. x1 y1 z1 എന്ന് പറഞ്ഞ ഇവരാണ്. x1 1, ഇത് y1, ഇത് z1. ഇനി എ ബി സി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവര്. 2 3 4 2 3 4. അപ്പൊ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്തായി? എക്സ് മൈനസ് 1/2 y 2 മൈനസ് ചേർന്ന് പ്ലസ് 1/3 z മൈനസ് 3/4. ഇങ്ങനെ ഇട്ടാൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആയി. കണ്ടോ? അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, നിങ്ങൾക്ക് രണ്ട് സംഭവങ്ങളാണ് തരിക. ഒന്നൊരു പോയിന്റും ഒന്നൊരു വെക്ടറും. പോയിന്റ് എടുത്താൽ ആ പോയിന്റിൽ നിന്ന് എഴുതിയാൽ എ എന്ന് പറയുന്ന ആളായി, ഇത് ബി ആയി. എയും ലാംഡ ബിയും ഇട്ടാൽ വെക്ടർ ഇക്വേഷൻ. ഈ കെടുക്കുന്ന ആളാണ് വെക്ടർ ഇക്വേഷൻ. ഇനി ആ പോയിന്റുകളാണ് x1 y1 z1. അത് ഇവിടെ ഇട്ട് കൊടുത്താൽ മുകളിലത്തെ ആളായി. എ ബി സി എന്ന് പറഞ്ഞാൽ ഈ സൈഡിലത്തെ നമ്പർ ഇട്ട് കൊടുത്താൽ മതി. കാര്യമായി. വെക്ടർ ഇക്വേഷനും കിട്ടി. ഇത് വെക്ടർ ഇക്വേഷൻ, ഇത് കാർട്ടീഷ്യൻ ഇക്വേഷൻ കേട്ടോ. ഓക്കെ. ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി ആണ് വെക്ടർ. ഇതാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ എബവ് ലൈൻ. മുകളിൽ പറഞ്ഞ ലൈനും ഈ ലൈനും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നിങ്ങൾക്ക് മുകളിൽ നിന്ന് പറഞ്ഞത് ഇവിടെ ഒരു ലൈന് കിട്ടി. ഇത് വെക്ടർ ഇക്വേഷൻ ആണ്. അതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷനും ആണ്. അപ്പൊ സംഭവം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഒന്നെങ്കിൽ ഈ രൂപത്തിൽ എടുക്കാം, അല്ലെങ്കിൽ ഈ രൂപത്തിൽ എടുക്കാം. ഈ ലൈനും ഇവിടെ വേറൊരു ലൈൻ തന്നിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ കാണാൻ അപ്പൊ നമുക്ക് ഇതിൽ ഇതെടുക്കാം. നമുക്ക് ഈ രൂപത്തിൽ എടുക്കാം. ഈ രൂപത്തിലാണല്ലോ നമുക്ക് മറ്റേ ലൈൻ തന്നിട്ടുള്ളത്. അപ്പൊ 2 ലൈനുകൾക്കിടയിലുള്ള ആംഗിൾ തീറ്റ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഒരു ലൈൻ ഇതാണ്, നമ്മൾ എ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പൊ ഒന്നുകിൽ ഇങ്ങനെ എടുക്കാം, നമുക്ക് ഇത് എടുക്കാൻ നല്ലത്, കാരണം നമുക്ക് ആ രൂപത്തിലാണ് മറ്റേ ലൈൻ ഉള്ളത്. അപ്പൊ ഇതെടുക്കാം. i മൈനസ് ജെ പ്ലസ് 3k എന്നുള്ളതും ഈ സംഭവം എടുത്ത് എഴുതാം. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. ബി ക്വസ്റ്റ്യനിലെ നമുക്ക് ഇപ്പൊ കിട്ടിയ ലൈൻ എഴുതാം. ആർ ഈക്വൽ ടു എന്താ കിട്ടിയത്? i മൈനസ് ജെ പ്ലസ് 3k പ്ലസ് ലാംഡ ഇൻറ്റു 2i പ്ലസ് 3j പ്ലസ് 4k. ഇത് നമുക്ക് എ ക്വസ്റ്റ്യനിൽ കിട്ടിയ ലൈനാണ്. ഇനി ബി ക്വസ്റ്റ്യനിൽ ഒരു ലൈനും കൂടി തന്നിട്ടുണ്ട്. അതെന്താണ്? i പ്ലസ് ജെ മൈനസ് കെ പ്ലസ് ലാംഡ ഇൻറ്റു 3i മൈനസ് 2j പ്ലസ് 4k. ഈ ലൈനും ഇവിടുന്ന് കിട്ടിയ ലൈനും തമ്മിലുള്ള ആംഗിൾ ആയിട്ട്. അപ്പൊ മുകളിലത്തെ ലൈൻ നമ്മൾ എഴുതി. ഇപ്പൊ ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ലൈൻ എഴുതാം. i പ്ലസ് ജെ മൈനസ് കെ പ്ലസ് ലാംഡ ഇൻറ്റു 3i മൈനസ് 2j പ്ലസ് 4k. ഓക്കെ. ഈ രണ്ടാൾക്കാർ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ എ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയ ലൈനാണ്. ഇത് ബി ക്വസ്റ്റ്യനിൽ തന്ന ലൈനുമാണ് കേട്ടോ. ഇത് രണ്ടെണ്ണവും കൂടിയിട്ട് ആംഗിൾ കാണാം. ആംഗിൾ കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. 2 ഇക്വേഷൻ ഉണ്ട്. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a1ന്റെ സ്ക്വയർ, b1ന്റെ സ്ക്വയർ, c1ന്റെ സ്ക്വയർ. അതേപോലെ റൂട്ട് ഓഫ് a2ന്റെ സ്ക്വയർ പ്ലസ് b2ന്റെ സ്ക്വയർ പ്ലസ് c2ന്റെ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. a1 b1 c1 ഒക്കെ എന്താണെന്ന് അറിഞ്ഞിട്ട് കൊടുത്താൽ ആൻസർ ആയി. അപ്പോൾ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു a1 a2. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗമാണ് a1 a2. ഇതാണ് a1. വേറൊരു കളറിൽ അവിടെ എഴുതി വയ്ക്കാം. ഇത് ഈ ഭാഗമാണ് a1, ഇത് b1, ഇത് c1, a b c. ഓക്കെ. ഇതാണ് a2, ഇത് b2, ഇത് c2 ആണ്. ഇവിടെ x1 y1 z1 ആണ്. x1 y1 z1, x2 y2 z2 ആണ്.
ഇവിടെയാണ് നിങ്ങൾക്ക് കിടക്കണം. അപ്പം നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചെയ്തില്ലേ, നേരത്തെ നമുക്ക് ഒരു പോയിന്റ് തന്നു. ആ പോയിന്റ് ആയിരുന്നു x1 y1 z1. ഇവിടെയുള്ള ഈ വെക്ടർ കണ്ടോ, ഇത് ബി എന്ന് പറയുന്ന വെക്ടർ, ഈ അറ്റത്തെ ആളാണ് നമ്മൾ ABC ആയിട്ട് എടുത്തത്. ABC 2 3 4. അപ്പൊ ഈ അറ്റത്തു നിന്നാണ് നമുക്ക് A1 B1 C1 ഒക്കെ കിട്ടുക കേട്ടോ. അപ്പൊ A1 ആരാന്ന് എഴുതിക്കോ, A1 2 ആണ്, A2 3 ആണ്. ഓക്കെ, A1 A2 എഴുതി. B1 എഴുതിക്കോ 3 ആണ്. B2 എടുത്ത് എഴുതിക്കോ -2 ആണ്. അതുപോലെ C1 എടുത്ത് എഴുത 4 ആണ്. C2 എടുത്ത് എഴുത +4 ആണ്. അപ്പൊ A1 A2 B1 B2 C1 C2. ഓക്കെ, അപ്പൊ നമ്മള് A1 A2 B1 B2 C1 C2 ഒക്കെ എഴുതി ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. സോ cos θ = ഇക്വേഷൻ എന്തായിരുന്നു, A1 A2 കൂടി ഇൻറ്റു ചെയ്യുക, B1 B2 കൂടി. അപ്പൊ A1 A2 എന്ന് പറഞ്ഞാൽ 2ഉം 3ഉം കൂടി ഇൻറ്റു ചെയ്യണം. 2 × 3. B1 B2 എന്ന് പറഞ്ഞാൽ 3 × -2. അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ ആൻസർ ആയി. C1 C2 എന്ന് പറഞ്ഞാൽ 4 × 4 ആണ്. നോക്കി നിങ്ങൾ, 4 ആണ് കണ്ടോ, 4 4 ആണ്. സോ 4 × 4 എന്ന് വരും. ഇത് താഴെ എന്ത് ചെയ്യണം, A1ന്റെ സ്ക്വയർ B1ന്റെ സ്ക്വയർ. അപ്പൊ A1 എടുക്കുക 2 ആണ്, 2ന്റെ സ്ക്വയർ. B1 എടുക്കുക 3 ആണ്, 3യുടെ സ്ക്വയർ. C1 എടുക്കുക, അത് 4 ആണ്, 4ന്റെ സ്ക്വയർ. ഇതേപോലെ A2 B2 C2. A2 എന്ന് പറഞ്ഞാൽ 3യുടെ സ്ക്വയർ, B2 എന്ന് പറഞ്ഞാൽ -2ന്റെ സ്ക്വയർ, C2 എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ. ഇതൊക്കെ ഒന്ന് എഴുതുക, അതൊക്കെ ആ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിന്റെ ആൻസർ കാണാം. സോ cos θ = 2 × 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. 3 × -2 -6 ആണ്. ഇവിടെ C1 C2 4 4 ആണ്, 16. ഇനി √ 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. ഇവിടെ 3ന്റെ സ്ക്വയർ 9, 2ന്റെ സ്ക്വയർ 4, 4ന്റെ സ്ക്വയർ 16. അപ്പോൾ -6ഉം +6ഉം വെട്ടിപ്പോയി 0 എന്നാവും. സോ മുകളിൽ 16 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെയോ, ഇവിടെ നമുക്ക് റൂട്ട് ഇത് കണ്ടുപിടിക്കുക. ഇതിന്റെ റൂട്ട് എന്ത്, രണ്ട് സെയിം ആയിട്ട് കിടക്കുന്നത് കണ്ടോ. √4 രണ്ടിലുണ്ട്, √9 രണ്ടിലുണ്ട്, √16. അപ്പോൾ ഇത് പ്ലസ് ചെയ്യാം. 16ഉം 13ഉം കൂടി പ്ലസ് ചെയ്യുമ്പോൾ 29. √29 × √29 എന്ന് വരിക. സോ cos θ = 16 √29ഉം √29ഉം കൂടി വെറും 29 എന്നാവും കേട്ടോ. സോ cos θ = √29 × √29 എന്താ, വെറും 29 ആണ്. അപ്പോൾ 16/29 കിട്ടി. അപ്പൊ തീറ്റയാണ് കാണേണ്ടത്. θ = cos ഇൻവേഴ്സ് ഓഫ് 16/29. ആൻസർ കിട്ടി, തീറ്റ ആംഗിൾ കിട്ടി, cos ഇൻവേഴ്സ് ഓഫ് 16/29. അപ്പൊ ശ്രദ്ധിക്കുക, രണ്ട് വെക്ടർ ഇങ്ങനെ തരും. A1 B1 C1 A2 B2 C2 എടുത്ത് എഴുതുക. തീറ്റ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതുക, അതിലിട്ട് കൊടുത്താൽ ആൻസർ ആയി. അതേപോലെ നമ്മളിവിടെ പഠിച്ചത് വെക്ടർ ഇക്വേഷൻ ഇതാണ്. ഇതിന് A കിട്ടും, ഇതിന് B കിട്ടും, ഇട്ട് കൊടുത്താൽ മതി. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഇതാണ്, x1 y1 z1. അത് ഇതാണ്. ABC എന്ന് പറഞ്ഞാൽ ഇതുമാണ്. അതിട്ട് കൊടുത്താൽ അതിന്റെ ആൻസർ ആയി. ഇതാണ് 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ചോദ്യമുണ്ട്, അതിലേക്ക് കിടക്കാം. റൈറ്റ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതാണ് അടുത്തൊരു ചോദ്യം. നന്നായി ശ്രദ്ധിക്കുക എല്ലാവരും. ഇത് 2 മാർക്കിന് ചോദ്യമാണ്. ഓർഡർ എന്താണെന്ന് എഴുതണം, ഡിഗ്രി 1 മാർക്കാണ്. അര വെച്ചിട്ടായിരിക്കും കേട്ടോ. ഓർഡർ എഴുതുക, അതിൻ്റെ ഡിഗ്രി എഴുതുക. 2 സ്റ്റെപ്പാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓർഡർ കാണാൻ പറയാം. നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു പ്രാവശ്യം dy/dx കണ്ടു, ഇവിടെ 2 തവണ കണ്ടു. ഓക്കെ, ഇവിടെ വെറും dy/dx എന്നാണ്, ഇവിടെ പക്ഷേ d²y/dx² എന്നാണ്. അപ്പൊ വലുതാര, ഇവിടെ ഒരു തവണ ഡിയുടെ എണ്ണം നോക്കിയാൽ മതി. ഇവിടെ ഒരു ഡി ഉള്ളൂ, ഇവിടെ 2 ഡി ഉണ്ട്. അപ്പൊ വലുതാര 2 ആണ്. സോ 2 എന്ന് പറയുന്ന ആളാണ് ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, 2. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ 2ന്റെ പവർ എന്തെങ്കിലും ഉണ്ടോ, 2ന്റെ മുകളിൽ വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ 1 എന്ന് എഴുതാം. അപ്പൊ ഓർഡർ 2 ആണ്, ഡിഗ്രി 1 ആണ്. കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് എന്ന് വേണം. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നമുക്കൊരു സംഭവം തന്നിട്ടുണ്ട്, അതൊന്ന് സോൾവ് ചെയ്യണം, അതിന്റെ ആൻസർ കണ്ടുപിടിക്കണം. 3 മാർക്കിന് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ചോദ്യം ഒന്ന് എടുത്തേരിക്കോ. x × dy/dx + y = x e⁻x എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ്, ഈ ഫസ്റ്റ് കിടക്കുന്ന ആളെ നമുക്ക് വേണ്ട. എപ്പോഴും നമുക്ക് dy/dx എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, dy/dx എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം.
അപ്പൊ ഈ എക്സ് ഇവിടെ വേണ്ട. എക്സിനെ കളയാൻ വേണ്ടി എക്സ് കൊണ്ട് തന്നെ എല്ലായിടത്തും ഡിവൈഡ് ചെയ്യാം. ഈ ഫസ്റ്റത്തെ എക്സ് കളയാൻ വേണ്ടി എല്ലായിടത്തും എക്സ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് എക്സും എക്സും വെട്ടിപ്പോവും, ഇവിടുന്ന് എക്സ് എക്സും വെട്ടിപ്പോയാൽ ബാക്കി ആരാണ്? ഡി വൈ ബൈ ഡി എക്സ് അവിടെ ഉണ്ടാവും. പിന്നെ ഒരു വൈ ഉണ്ട്, ഒരു 1/x ഉണ്ടാവും. വൈ നീക്കി എഴുതിയിട്ട് 1/x എന്ന് എഴുതുക. ഇവിടെ e⁻x എന്നുണ്ട്. ഇങ്ങനെ ആയാൽ ഓക്കെ, നമുക്കിത് ചെയ്യാം. ഇങ്ങനെ ആയാൽ നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട്. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് ഇതൊക്കെ എടുക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഈ ഫോർമാറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതാ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടോ? ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. വൈ ഉണ്ടോ? വൈ ഉണ്ട്. ക്യൂ ഉണ്ടോ? ക്യൂ ഉണ്ട്. അപ്പൊ പി എന്ന് പറഞ്ഞാൽ ഈ പിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ കിടക്കണത്? 1/x ആണ്. വൈ അതുപോലെ ഉണ്ട് വൈകള്. പിയുടെ സ്ഥാനത്ത് 1/x ആണ്. ക്യൂവിന്റെ സ്ഥാനത്ത് e⁻x ആണ്. പിയും ക്യൂവും എടുത്തെഴുതുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പാണ് ഇവിടുന്ന് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ചോദ്യത്തിനെ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ആ ടേമിലേക്ക് ആക്കുക. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ നിന്ന് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് വൈ ക്യൂവ് പിയും ക്യൂവും എടുത്ത് എഴുതുക. ഈ വൈയുടെ ഇപ്പുറത്തുള്ള ആളാണ് എപ്പോഴും പി. വൈയുടെ ഇപ്പുറത്ത് 1/x അല്ലേ, അതാണ് പി. ഈ അറ്റത്തുള്ള ആളാണ് ക്യൂ. പിയും ക്യൂവും എടുത്ത് എഴുതലാണ് അടുത്ത സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ ഇതിന് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, e⁻ഇന്റഗ്രൽ പി ഡി എക്സ്. ഇതാണ് ഇക്വേഷൻ കേട്ടോ, e⁻ഇന്റഗ്രൽ പി ഡി എക്സ്. സോ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു e⁻ഇന്റഗ്രൽ പി നമുക്കറിയാലോ 1/x ആണ്. 1/x dx. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു e⁻ഇന്റഗ്രൽ 1/x dx എന്ന് എവിടെയെങ്കിലും വന്നാൽ e⁻ അതുപോലെ തന്നെ എഴുതി ഇന്റഗ്രേഷന്റെ ഉള്ളില് 1/x എന്ന് വരികയാണെങ്കിൽ അതിന്റെ ആൻസർ log x ആണ് കേട്ടോ, log x. അതൊന്ന് അറിഞ്ഞു വെക്കൂ. ഇന്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ 1/x ആയിട്ട് വന്നാൽ log x ആണ്. ഇയും ലോഗും വെട്ടിപ്പോയിട്ട് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇനി ലാസ്റ്റിലേക്ക് നമ്മൾ എത്തി. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് നമുക്ക് കിട്ടി. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ചോദ്യത്തിന് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് തുടങ്ങുക. അപ്പൊ ആദ്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനങ്ങോട്ട് വെട്ടിക്കളയുക. ഡി വൈ ബൈ ഡി എക്സ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വൈയുടെ ഇപ്പുറത്തുനിന്ന് പി കിട്ടും. ഈ അറ്റത്തുള്ള ആൾ നമുക്ക് ക്യൂ എന്നും കിട്ടും. പിയും ക്യൂവും കിട്ടും. പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിന്റെ ഇക്വേഷൻ എഴുതാം, e⁻ഇന്റഗ്രൽ പി ഡി എക്സ്. ഇത് ഇക്വേഷനാണ്. പി ഇട്ട് കൊടുക്കുക, അതിന്റെ ഇന്റഗ്രേഷൻ എഴുതാം, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാം. ആ സ്റ്റെപ്പുകളൊന്നും മറക്കണ്ട. ആദ്യം ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ള ഫോമിലേക്ക് ആക്കുക കേട്ടോ. ഫസ്റ്റ് ചെയ്തത് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ എന്ന ഫോമിലേക്ക് നമ്മളാക്കി. അതിന് പി എഴുതി, ക്യൂ എഴുതി, പിന്നെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ എഴുതി, e⁻ഇന്റഗ്രൽ പി ഡി എക്സ്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കാണാം. ജനറൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അതിതാണ് y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ക്യൂ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇതാണ് ഇക്വേഷൻ. ഇത് പഠിച്ചു വയ്ക്കുന്ന ഇക്വേഷൻ ആണ്. ഫൈനൽ സൊല്യൂഷൻ കാണാനുള്ള മെത്തേഡ് ഇതാണ്. y അതുപോലെ തന്നെ എഴുതിക്കോ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്കിപ്പോൾ എക്സ് എന്നാണ് കിട്ടിയത് അല്ലെ, എക്സ് എന്ന് കിട്ടി. എക്സ് ഇട്ട് കൊടുത്തോ. ക്യൂ നമുക്ക് ഓൾറെഡി നമ്മളെടുത്ത് എഴുതിയിട്ടുണ്ട്. ക്യൂ ആരായിരുന്നു ഇവിടെ? ക്യൂ e⁻x ആണ്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് എക്സ് എന്നാണ് കിട്ടിയത്. ക്യൂ നമുക്ക് e⁻x എന്നാണ് കിട്ടിയത്. രണ്ടിട്ട് കൊടുക്കാം. ക്യൂ e⁻xും ഇന്റഗ്രേറ്റീവ് ഫാക്ടർ എക്സും ആണ്. ഇതിന്റെ ആൻസർ എഴുതിയാൽ കഴിഞ്ഞു. സോ y ഇൻറ്റു എക്സ് ഒന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ എഴുതാം. ഇവിടെ നമുക്ക് ഇന്റഗ്രേഷൻ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം കേട്ടോ. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. e⁻ എന്ത് വന്നാലും അത് എപ്പോഴും സെക്കൻഡ് ഫംഗ്ഷൻ ആണ് കേട്ടോ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് വന്നാൽ എപ്പോഴും അത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇതാണ് ആ റൂള്. റൂൾ അറിയാത്തവർ എഴുതി വെക്കുക. ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതുക, എക്സ്. പിന്നെ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എഴുതുക. സെക്കൻഡ് ഫംഗ്ഷൻ എപ്പോഴും e⁻ ഉണ്ടെങ്കിൽ ഇ ആണ് സെക്കൻഡ് എടുക്കേണ്ടത്. മൈനസ് ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഴുതുക, ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എഴുതുക. ഇതാണ് റൂള്. ഓക്കെ, അപ്പോൾ y ഇൻറ്റു എക്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് ഇവിടെ വന്നത് e⁻xും എക്സും ആണ്. അപ്പൊ ഇന്റഗ്രേഷന്റെ ഉള്ളിലെ
രണ്ട് ഫംഗ്ഷൻസ് ഇൻറ്റു ആയിട്ട് എവിടെയെങ്കിലും വന്നാൽ ഇതിന് ഫസ്റ്റ് ഇത് സെക്കൻഡ് എടുക്കുക. ഇ റേസ് ടു എപ്പോഴും സെക്കൻഡ് ആക്കി എടുക്കുക. സോ വൈ എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ വൈ എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ആണ്. 1 ഇൻറ്റു ഇ റേസ് ടു എക്സിന്റെ ഇ റേസ് ടു എക്സ് തന്നെയാണ് വരിക. അപ്പോൾ ഫൈനൽ ആൻസർ വൈ എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെയായിട്ട് കിട്ടും. ഇതാണ് ഫൈനൽ ആൻസർ. അപ്പം ഇവിടെ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ വന്നിട്ടുണ്ട്. ഈ കാര്യം നിങ്ങൾ മറക്കരുത്. രണ്ട് ഫംഗ്ഷൻസ് ഇന്റഗ്രേഷൻ്റെ ഉള്ളിൽ ഇൻറ്റു ആയിട്ട് വന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഈ എക്സിന്റെ ഡെറിവേറ്റീവ് ഏതാ? സെക്കൻഡ് ഫംഗ്ഷൻ ഇന്റഗ്രൽ. നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ഇവിടെ എഴുതി, അതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ വരും. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ, പിന്നെ മൈനസ് കഴിഞ്ഞിട്ട് ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇന്റഗ്രേഷന്റെ ഉള്ളിൽ എഴുതാം. പിന്നെ ഈ സംഭവം അതുപോലെ ഇവിടെ എഴുതാം. കഴിഞ്ഞു. അങ്ങനെ ചെയ്തത് ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതുക, എക്സ് ആണ് അത് എഴുതുക. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതിൽ ഇന്റഗ്രേഷൻ ഉണ്ട്, അതിന്റെ ഉള്ളിൽ എക്സിന്റെ ഡെറിവേറ്റീവ് എഴുതുക. പിന്നെ ഇവിടെ സെക്കൻഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എഴുതിയിട്ടുണ്ടാവും, അതെന്നെ ഇവിടെ എഴുതുക. ഇതാണ് സംഭവം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് വരിക കേട്ടോ. ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതി, സെക്കൻഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രേഷൻ എഴുതി, ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഴുതി, സെക്കൻഡിന്റെ ഇന്റഗ്രൽ എഴുതി, അതിൻ്റെ ഒക്കെ ആൻസേഴ്സ് എഴുതുക. ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ 1 ഇൻറ്റു ഇ റേസ് ടു എക്സിന്റെ ഇ റേസ് ടു എക്സ് തന്നെയാവും അതിൻ്റെ എഴുതൽ ആൻസറായി. അപ്പോൾ സ്റ്റെപ്പുകളുണ്ട്, നന്നായി ശ്രദ്ധിക്കണം. ആദ്യം ചെയ്തത് എക്സിനെ വെട്ടിക്കളയാന്നുള്ളതാണ്. എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഫോമിലേക്ക് കിട്ടി. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ എന്ന് പറഞ്ഞ ഫോമിലായി. ആ ഫോമിലായി കഴിഞ്ഞാൽ പിയും ക്യൂ എടുത്ത് എഴുതുക. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാം. ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്, പി ഇട്ട് കൊടുക്കുക. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടി. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എഴുതുന്നു, ഇന്റഗ്രൽ ക്യൂ എഴുതുന്നു, ഇന്റഗ്രേറ്റീവ് ഫാക്ടർ എഴുതും. ഇതിന്റെ ഇന്റഗ്രേഷൻ ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സ്റ്റെപ്പ് ഡി വൈ ബൈ ഡി എക്സിന്റെ ഫോമിലാക്കുന്നു, പിയും ക്യൂ എടുത്ത് എഴുതുന്നു, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുന്നു, ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന്റെ ആൻസറായി. ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ. സോ നമ്മൾ ഇന്റഗ്രേഷൻ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, 3D വെക്ടർ, ഇതിലത്തെ ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഇതുപോലെ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, അതുപോലെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, അതിന്റെ വീഡിയോസും ഈ പാഠങ്ങളിൽ നിന്നൊക്കെയുള്ള മോർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു വീഡിയോ കൂടി ഞാൻ ഇടുന്നുണ്ട്. അതും കൂടി എല്ലാവരും കാണണം. അതിലുള്ള ചോദ്യം കൂടി ചെയ്ത് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതൊക്കെ നന്നായിട്ട് എഴുതി പഠിച്ചോളൂ എല്ലാവരും. അപ്പോൾ പിന്നെ പറഞ്ഞ കാര്യം മറക്കണ്ട. ഇതൊക്കെ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇനിയെങ്കിലും പഠിക്കണം എന്ന് താല്പര്യമുള്ളവരെ +1 ഇംപ്രൂവ്മെന്റ് ബാച്ചും +2ന്റെ ക്രാഷ് ബാച്ചും നമ്മൾ ഡിസംബർ ലാസ്റ്റിൽ തുടങ്ങുകയാണ്. ഒപ്പം ജോയിൻ ചെയ്യുക എല്ലാവരും. ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്